ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാമോ? കർത്താവിനായി സ്തോത്രം. ഒരു വർഷമായി കുടുംബത്തിനായി സഭയ്ക്കായി വന്ദനം ചൊല്ലുകയാണ്. കർത്താവിനെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കായി കൂടി വരുവാനായി സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയല്ലോ. അതിനായി സ്തോത്രം. ഞാൻ നാളുകൾക്ക് ശേഷം ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി സ്വർഗ്ഗത്തിൽ സജീവമാകാൻ പലപ്പോഴും കഴിയില്ല. കാര്യം യാത്രകളാണ്. അവിടെ വന്ന് യാത്ര അവർക്ക് ആ ഭാഷ മനസ്സിലാക്കില്ല, തിരക്കാന്ന് പറഞ്ഞ പള്ളിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനകത്ത് രക്ഷിക്കപ്പെട്ട പലരെയും അറിയാനിടയായത്. എനിക്ക് സുധസ്ട്ര അങ്ങനെ 1-2 പേര് സുധസ്ട്ര നേരത്തെ പോലെ വിശ്വാസം അറിയായിരുന്നു. അങ്ങനെ ശേഷം ഇങ്ങനെ പിരിഞ്ഞതിന് ശേഷം പലരും കർത്താവിനെ ഇടയായി. വലിയൊരു സന്തോഷമായി. പരസ്പരം വിളിക്കാനും ആദരിക്കാനിടയായി. പ്രത്യേകിച്ച് ഡോക്ടർ വർഷങ്ങൾ നന്ദി സ്നേഹം വിളിക്കാനും ആദരിക്കാനും ഒക്കെ ആയിട്ട് ഹൃദയം തോന്നി. എല്ലാവർക്കും അത് തോന്നണമെന്നില്ല. ആദരിക്കുന്നവർ ആദരിക്കപ്പെടും. എല്ലാ സമൂഹത്തെയും നാം ആദരിക്കണം. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. എല്ലാ സമൂഹത്തെയും നാം ആദരിക്കണം. നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമ്മുടെ അയൽവാസികളെ നാം ആദരിക്കണം. ആ ആദരവ് കൊടുക്കും. ഒരു പക്ഷേ നമ്മൾ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അറിഞ്ഞിട്ടുള്ള ഒറ്റ വ്യത്യാസമുണ്ട്. ദൈവത്തെ നമ്മൾ കരുണ തന്നു, നമ്മുടെ ബുദ്ധിയെ തുറന്നു. അതാണ് കരുണ. അതുകൊണ്ട് ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നാം പോകുന്നത്. പലപ്പോഴും ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചാണ് പലരും പോകുന്നത്. സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ചിട്ട് നാം മൂവ് ചെയ്യരുത്. അതുകൊണ്ട് 2025 അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലതിനെ ഡിസൈഡ് ചെയ്യണം, ചിലതിനെ ഡിസൈഡ് ചെയ്യണം, ചിലതിനെ തീരുമാനമെടുക്കണം, ചിലതിനെ ആഗ്രഹിക്കണം. നിങ്ങളുടെ ഡിസയറാണ്. ഞാൻ എൻ്റെ സമയം പറയുന്നില്ല. സത്യം പബ്ലിക്കേഷൻ മനക്കിച്ചന ജംഗ്ഷനിൽ തിരുവനന്തപുരം ഭാഗത്ത് തോട്ടഭാഗത്ത് സത്യം പബ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ആയിരിക്കുന്ന സഭ. ഞാൻ പറയാറുണ്ട്, ഡിസയർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഡെസ്റ്റിനിയെ നിശ്ചയിക്കുന്നത്. എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത്രമാത്രം നിങ്ങൾ വളർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഞാനിവിടെ പറയാം, എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രമേ ഉള്ളൂ നിങ്ങളുടെ വളർച്ച. നിങ്ങൾ അനുദിനം ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഈ കാണുന്ന സിസ്റ്റത്തിൽ നിന്ന് ആത്മീകമായി ഭൗതികമായി എല്ലാം വളരാൻ ആഗ്രഹിക്കണം. നിങ്ങളുടെ തലമുറ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കണം. നമ്മുടെ തലമുറകളെല്ലാം എന്താ പറഞ്ഞാൽ വചനമെടുത്ത് ശുശ്രൂഷിക്കാനില്ല, അവരെല്ലാം ശുശ്രൂഷകരാകണം. പക്ഷെ രാജ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ അവർ ജഡ്ജിമാരായി വക്കീലന്മാരായി ഉയർന്ന നിലവാരങ്ങളിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചിലരെ രാജ്യത്തിന് പുറത്ത് കേൾക്കാമായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യ യൂറോപ്യൻ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടയാളമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. കാരണം യൂറോപ്പിൽ ഭയങ്കര ഉണർവുണ്ടാകാൻ പോകും. രാമേന്ദ്ര USA ഭയങ്കര ഉണർവുണ്ടാകാൻ പോകും. കാര്യം നമ്മുടെ മക്കളെ ദൈവം അങ്ങോട്ട് അയക്കുക. അതുകൊണ്ടായിരിക്കുന്നത് അവർ മുണ്ടക്കോലെടുക്കുന്ന സമയത്ത് ആ രാജ്യം നശിക്കുകയല്ല, ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കുക. ഞാനീ പറയുന്നത് സന്തോഷത്തോടെ പറയുമല്ലോ. പലരും വിരോധം പറയും പോകുന്നതിൽ. പക്ഷേ ഞാൻ നമ്മുടെ മുന്നിൽ പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ പുറപ്പെട്ടു പോകണം. നിത്യതയുടെ ഭാഗത്ത് ഒരിക്കൽ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു. എന്നോട് നീ വീങ്ങി കരയുകയായിരുന്നു. UK ഉള്ള ആളുകളുടെ പള്ളികൾ തെറ്റായ ബാറുകൾക്കൊക്കെയായി ആരാധനയ്ക്ക് ഒരു ഞായറാഴ്ച ഒരിക്കലേ വരികയുള്ളൂ. നമ്മൾ ഇതിനോട് പറയണ്ട, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ആത്മീയത നഷ്ടപ്പെട്ടു. സിസ്റ്റർ 60, 70, 80 ഒക്കെ കഴിഞ്ഞവർക്കാണ് ആത്മീയതയുള്ളത്. അത്രേ ഉള്ളൂ. അവരുടെ യൂത്തൊന്നും ആരാധനകളില്ല. സാമ്പത്തികമായി അവർ ഉയർന്നു നിൽക്കുന്നു. കേൾക്കട്ടെ, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം. അവരുടെ വല്യച്ഛൻ അവർ ഇവിടെ വന്നിരുന്നില്ലേ മിഷണറിയായിട്ട്. വെസ്റ്റ് ബംഗാളിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രദറിൻ സഭയുടെ ആൾക്കാരാണ്. അവരെ അയക്കുന്നത് അങ്ങനെ ഗോ ആൻഡ് ബറിയോ പറഞ്ഞത്. നീ പോവുക, നീ അവിടെ അടക്കപ്പെട്ടോണം. ഞാനൊരു മലയാളി എന്ന നിലയ്ക്ക് ഭയങ്കരമായി വൈകാരികമായി എൻ്റെ ദേശത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മിഷണറിയായിട്ട് ആദ്യം വന്ന ബംഗാളിലാണ്. അസ്ഥികൾ പോകുന്നത് പോലെ തോന്നി. അവരുടെ അസ്ഥികൾ, അവരുടെ മരണമൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഒരു പടിജന്മമായിരുന്നു. അല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചോദ്യമാണ്, ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൊച്ചുമക്കളെയോ മക്കളെയോ എൻ്റെ നാട്ടിൽ അയച്ചോ എന്നൊരു ചോദ്യം. ശരിയല്ലേ? അവർ കൊളുത്തിയ തിരിയാണ് നമ്മുടെ നാട്ടിൽ തിരി, അല്ലേ? അവർ കൊളുത്തിയ തിരിയാണ്.
ഞാൻ എനിക്കൊന്ന് വചനത്തിലേക്ക് വരാം, പക്ഷെ നിങ്ങളൊന്നും പ്രബോധിപ്പിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് വിശാലമാകാനാണ് ഞാൻ പറയുന്നത്. ബീഹാറിൽ മിഷണറിയായിട്ട് വന്നൊരു സഹോദരി തന്നെ, ബീഹാരിയായ സഹോദരി തന്നെ സഹായിക്കാൻ വന്നു വിദേശിയെ. ആ സഹോദരി സന്തോഷത്തിന് എന്തൊക്കെയോ ചെയ്തു കൊടുത്തതിന് ശേഷം ചോദിച്ചു, വർഷനെ ഇതിൻ്റെ പേരെന്താണ്? ഇദ്ദേഹം ചോദിച്ചു. എന്ന് വെച്ചാൽ ചോദ്യം കേട്ട ബീഹാരി സഹോദരി ചോദിക്കും, എന്ന് വെച്ചാൽ ഇതൊരു വസ്തുതയാണ്, സത്യമാണ്, നമുക്ക് അതിശയം തോന്നാം മലയാളിയിൽ നിന്നില്ല. എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, എന്ന് വെച്ചാൽ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അവർ എനിക്കൊരു പേരില്ല. 30-35 വർഷം കഴിഞ്ഞൊരു സഹോദരൻ കാരണം എന്താണ്? എന്നെ ജനിച്ചപ്പോൾ അച്ഛൻ ഇടീന്ന് വിളിച്ചു, അമ്മ ഇടീന്ന് വിളിച്ചു, ഓരോരുടെയും വിളി എനിക്കറിയാം. ഞാൻ അങ്ങനെ ഇങ്ങനെ ഇസ്ലി കെട്ടിപ്പിടിച്ച് കാര്യം കേട്ടോ. ഞാൻ നിനക്ക് പേരിടട്ടെ, റൂത്ത് എന്നാകട്ടെ നിന്റെ പേര്. അനാഥരായ ഒത്തിരി റൂത്തുമാർ നടക്കുക കേട്ടോ. നിങ്ങളോട് പറയാം, അനാഥരായ ഒത്തിരി റൂത്തുമാർ നടക്കുക. പേരിട്ട് വിളിക്കാൻ ആളുകളില്ല. നമ്മൾ ഈ സുഖരൂപത്തിലിരിക്കുമ്പോൾ നിങ്ങളൊരു മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസൻ എന്നെക്കാളും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ആളാണ്. തനിക്ക് 2 സഭയുണ്ട്. ഞാനൊരു കൊച്ചു സഭയായിരിക്കുമ്പോൾ വിശാലമായിട്ട് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്വം അദ്ദേഹം പറഞ്ഞില്ല, ഷാപ്പി കണ്ടുപിടിച്ചു കൊടുക്കാൻ നിന്ന ആളാണ്. ദൈവത്തിന് ആരെ എങ്ങനെ ഉപയോഗിക്കാം? വാസ്തവം ഞാൻ എന്തിനാ ഒരാളെ ഇറക്കുന്നതല്ലേ? എനിക്കൊരു നല്ല പശ്ചാത്തലം ഉണ്ടായേക്കാം, പക്ഷേ വേറൊരാളെ കർത്താവ് അസാധാരണമായി ഉപയോഗിക്കാം. തകർന്നു ഒരു കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് ആരെ എഴുന്നേൽപ്പിക്കാവുന്ന ഒരു പ്രതീക്ഷയായിട്ട് പറയാം. ഈ ഉപവാസം നിങ്ങളെ എഴുന്നേൽപ്പിക്കണം. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി കിനാവ് കാണണം. കിനാവ് കണ്ടിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഉപവസിക്കണം. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഈ ഉറക്കത്തിൽ വരുന്നതല്ല സ്വപ്നം, ദർശനം എന്നുള്ള ഉറക്കത്തിൽ വരുന്നതല്ല, ഉറക്കത്തെ കെടുത്തി കളയണം. നിങ്ങളുടെ ഉറക്കങ്ങളെ കെടുത്തണം. എൻ്റെ സഭയിൽ ഒരു ഉണർവ് വരണമെന്നാണ്, എൻ്റെ അകത്തൊരു ഉണർവുണ്ടാവണം, എൻ്റെ തലമുറകൾ ജീവിക്കണമെന്നാണ്. ഈ നശിക്കുന്ന ലോകത്തിൽ എൻ്റെ തലമുറ ദീപമായി എഴുന്നേൽക്കണം. ഈ നശിക്കുന്ന ലോകത്തിൽ എൻ്റെ തലമുറ അനുഗ്രഹമായി എഴുന്നേൽക്കണം. നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഉപവാസം ഈ ദിവസങ്ങളിൽ കെട്ടുപോകുന്ന ഒരു ഉപദേശമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും പറയും, എന്നോട് ഒരാൾ പറഞ്ഞു, why you are fasting? Eat and drink. ഞാൻ ഇത് കേൾക്കുമ്പോൾ സുഖമായിട്ട് തോന്നുന്നു. ജീസസ് came and he gave something to us. യേശു വന്നു നമുക്ക് കഴിക്കാനും കുടിക്കാനും തന്നിട്ട് പോയത്. സോ എൻജോയ് യുവർ ലൈഫ്. കേൾക്കുമ്പോൾ സുഖമായിട്ട് തോന്നുന്നു. ഞാൻ സിമിലർ ടു വേർഡ്, വചനത്തോട് സിമിലറായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഇറ്റ്സ് നോട്ട് ദ വേ. മാനവരാശിയുടെ പ്രശ്നം തുടങ്ങുന്നത് ഭക്ഷണത്തിലാണ്. When you fast and drink, fast and pray, something will happen. നമ്മുടെ പ്രശ്നത്തിന്റെ ചുവട്ടിന് കോടാലി വെക്കണം. ഓൾഡ് ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി, ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയുടെ പ്രത്യേകത, പഴയ നിയമ ശുശ്രൂഷകളെല്ലാം റൂട്ടിലല്ല ബ്രാഞ്ചിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരാളെ ഭർത്താവ് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ ജോർജ് ഭാഷ വിളിക്കും, ഞങ്ങൾ വരും, കൂടുതൽ ആയുഷ് ഭാഷ വരും. അച്ഛൻ്റെ ദേഷ്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. 21 ദിവസം ഉപവാസം. അമ്മാമ ഞങ്ങൾ വിളിച്ച് പറയും, വാട്ട് എ മിനിസ്ട്രി ഇറ്റ് ഈസ്. എന്തൊരു മിനിസ്ട്രിയാണ്. അച്ഛൻ ശാന്തനായി, കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രാർത്ഥന വേണ്ടി കളഞ്ഞു പോകുന്നില്ല. അമ്മമ്മയ്ക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. അടുത്ത കാറ്റും മഴയിൽ ഇത് വീണ്ടും കുത്തിമുളയ്ക്കും. അത് ഈ കോപം ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? റൂട്ടാണ് ഫ്രൂട്ടിനെ ഡിസൈഡ് ചെയ്യുന്നത്. യോഹന്നാൻ വിളിച്ച് പറയുക കേട്ടോ, എൻ്റെ പിന്നാലെ വരുന്നവൻ വേരിന് കോടാലി വെച്ചിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങളുടെ റൂട്ടിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രവാചകൻ ഉറവയിൽ ഉപ്പിട്ടു. എവിടെയാണ് എന്നൊക്കെ പറയാമോ? അവിടെ ഇവിടെ ഒപ്പിടുകയല്ല, ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. യു ഡോണ്ട് പ്രേ ലൈക്ക് എ ബ്ലൈൻഡ് പേഴ്സൺ. ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. ജാതികളുടെ ജൽപ്പനം പോലല്ല, അനുഗ്രഹിക്കണേ, വിടുവിക്കണേ, എന്ന് പ്രാർത്ഥിക്കുകയല്ല. നിങ്ങളുടെ കണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ കുറേ കേൾക്കുന്നത് കണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയത്തിന്റെ റൂട്ട് കയറി അടിക്കണം. അതാണ് പ്രോഫറ്റിക്കൽ മിനിസ്ട്രി. അതാണ് അപ്പോസ്തോലിക് മിനിസ്ട്രി. പ്രോഫറ്റ് ആണ് കണ്ണുള്ളവൻ. അവൻ പറയും ഇന്നതാണ്, ഇവിടെ കയറി അടിക്കണമെന്ന് പറയും. നിങ്ങളിത് പ്രോഫറ്റാ ക്രിസ്തു. അതോട് ചോദിക്കണം, എൻ്റെ ഉള്ളത്തെ ശോധനയാണ്. ദാവീദ് പറയുന്നുണ്ട്, ദുഃഖിക്കാൻ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. എന്നെ കൈയൊരുത്തി ദുഃഖിക്കാൻ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞ് കൈയൊരുത്തി പറഞ്ഞാട്ടെ. ദുഃഖിക്കാൻ വല്ലതുമുണ്ടോ എന്ന് എൻ്റെ ഉള്ളങ്ങളെ ഒന്ന് ശോധനയാണ്. ഉടഞ്ഞു പോയ തകർക്കപ്പെട്ട ഫോളനുമായിട്ടുള്ള ഞാൻ ഇതിനെപ്പറ്റി 2 തരത്തിൽ നിരൂപണം ഉണ്ടാക്കി. ഒന്ന്, ഞാൻ നല്ലവനാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാനിപ്പം 19ാമത്തെ ദിവസം ഫാസ്റ്റിങ്ങിൻ്റെ എന്നെ പോലെ വിശുദ്ധമുണ്ടോ എന്ന്
സെൽഫ് റൈറ്റസ്നെസ്, സ്വയനീതിയിലേക്ക് പോകും. അതല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ പോലെ ഞാനും കൊള്ളത്തില്ല, എൻ്റെ അപ്പച്ചന്മാരും കൊള്ളത്തില്ല, ഞങ്ങളെപ്പോലെ പിടിഞ്ഞ് കുടുംബമില്ല, ആര് രക്ഷപ്പെടാൻ? രണ്ടും തെറ്റാണ്. ക്രിസ്തു നിങ്ങളെ പറ്റി എന്ത് പറയുന്നു? ആമേൻ പറ. നിന്റെ വളർച്ച 2025 അതിന്റെ എസ്റ്റിമേറ്റ് എവിടെ വരെ ആയിരുന്നു നിങ്ങൾ ആകേണ്ടിയിരുന്നത്? നിങ്ങൾ എന്താകേണ്ടിയിരുന്നു? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശോധന ചെയ്യണം. യേശു പറഞ്ഞൊരു ഭവനം പണിയുമ്പോൾ ആദ്യം ഒരു എസ്റ്റിമേറ്റ് എടുക്കണം. ഈ വർഷം വ്യക്തിപരമായി ഈ പുസ്തകമായിട്ടിരിക്കണം, ഇതുമായിട്ടിരിക്കണം. ടേക്ക് ആൻ എസ്റ്റിമേറ്റ്. 2025 ഞാൻ എന്താകേണ്ടതായിരുന്നു? എൻ്റെ തലമുറയുടെ നിലവാരം എന്തായി? എന്ന ശോധന. ഇടക്കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ശോധന ചെയ്യണം തിരുവചനത്തിലൂടെ. ഞാൻ അതിനു വേണ്ടി എന്തെല്ലാം തിരുത്തലുകൾ ഉണ്ടാക്കണം? ഞാൻ അതിനുവേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം? നിങ്ങളുടെ യുദ്ധങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്യണം. നിങ്ങൾ അഡ്രസ് ചെയ്യണം. നിങ്ങൾ എന്തൊഴിവാക്കുമോ, നിങ്ങൾ എന്താണോ ഒഴിവാക്കുന്നത്, അതിലൂടെ നിങ്ങളുടെ ജീവിതം ഒഴുകിപ്പോകും. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ചിലതിനെ ഒഴിവാക്കിയാൽ, നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതിനെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഒഴുകിപ്പോകും. ഗോലിയാത്തിനെ ദാവീദ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു ലൈഫ് ഒഴുകിപ്പോയി. ഒരു സ്വപ്നത്തെ ജോസഫ് ഒഴിവാക്കിയിരുന്നെങ്കിൽ, ദർശനങ്ങളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ തന്റെ ദർശനം. റൂത്ത് തന്റെ അമ്മായിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, അടുത്തിലേക്കാണ് കൈവിടുത്ത് പറയാൻ, നിങ്ങളെ ഒഴിവാക്കേണ്ടാത്തതായി ചിലതുണ്ട്. ഒന്ന് കൈവിടുത്ത് പറയാം, ഒഴിവാക്കേണ്ടതായിട്ട് ചിലതുണ്ട്. ഒഴിവാക്കേണ്ടതായിട്ട് ചിലതുണ്ട്. ഒഴിവാക്കേണ്ടതുണ്ടെന്ന് ഒഴിവാക്കേണ്ടതായിട്ട് ചിലതുണ്ട്. വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം. നിങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു ശബ്ദം, ഒരു ദൈവശബ്ദം, ഒരു പ്രാവചനിക ശബ്ദം ഞാൻ സംസാരിക്കാൻ വേണ്ടിയാണ്. 8-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങളൊക്കെ വായിക്കാമോ? നിങ്ങളുടെ പുസ്തകത്തിൽ വരയ്ക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, വരയ്ക്കുന്ന തെറ്റൊന്നും അല്ലെന്ന് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമാണ്. തെറ്റാണെന്നാണ് വരയ്ക്കേണ്ട. ഒരു പുതിയ നിയമം പഴയ നിയമം എടുത്ത് കൈ വെച്ചിട്ട് അടുത്തിട്ട് ഞാൻ ഉപയോഗത്തിൽ പറഞ്ഞു പുതിയൊരു ബൈബിൾ വായിക്കണം എന്ന് പുതിയൊരു ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ ബൈബിൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞേ. ഞാനീ പറയുന്നത് ക്ഷമിക്കണം പക്ഷേ, ഞാൻ പുതിയ വസ്ത്രം മേടിക്കും, പുതിയ സോക്സ് മേടിക്കും, പുതിയ ഷൂ മേടിക്കും. പലരും ബൈബിൾ കണ്ട കഷ്ടം. വാട്ട് എ ബുക്ക് ഇറ്റ് ഈസ്. പുസ്തകങ്ങളുടെ രാജാവ്. ഒരു പുസ്തകം മേടിച്ചു വെക്കും കേട്ടോ, നല്ലൊരു ബൈബിൾ. ഞാൻ എല്ലാ വർഷവും മേടിക്കും. ഞാനിപ്പോൾ എന്നെ അനുകരിക്കാൻ പറയില്ല, പക്ഷെ ഒരു നല്ല ബൈബിൾ വാങ്ങിക്കും. നിങ്ങളുടെ കാശ് മുടക്കി ദശാംശം എടുത്തിട്ടില്ല, അതൊക്കെ സമയം കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് വസ്ത്രം മേടിക്കുന്ന പോലെ നല്ലൊരു ബൈബിൾ വാങ്ങും. ഷോസ് യുവർ സ്പിരിച്വാലിറ്റി. ഒരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്യുക. നല്ലൊരു ബൈബിൾ. ഞാൻ വരയ്ക്കുന്ന ബൈബിളുണ്ട്, അത് മൊത്തം ഭാഷ മിസ്സായത് ഞാൻ സൂക്ഷിച്ച് എവിടെ കൊണ്ടുപോയി 2 ബൈബിളുണ്ട്. ഇത് പ്രത്യേകം കൊണ്ടുപോകും. കാര്യം അല്ലേ, വായിക്കുന്നവരോട് ചോദിച്ചാൽ അവർക്ക് ആ യൂസായ ബൈബിൾ. ഇതിൻ്റെ താളുകളൊന്നും മറിഞ്ഞിട്ടേ എൻ്റെ വൈഫ് ഞാൻ ഗിഫ്റ്റ് ചെയ്ത് ഞാൻ പുതിയ മേടിക്കും. നിങ്ങൾ പുതിയൊരു ബൈബിൾ, നമ്മുടെ ബൈബിളിലെ ലക്ഷണം അത് തുന്നി കിട്ടി തുപ്പലും തൂത്ത് സെലോട്ട് പൊട്ടിച്ച് നല്ലൊരു ബൈബിളാണ്. നമ്മൾ പുതിയ റേഷൻ കാർഡ് മേടിക്കുന്നത്, പുതിയ ID പ്രൂഫ് മേടിക്കുന്നത്, ബൈബിൾ വാങ്ങിക്കുന്നത് കഷ്ടമാണ്. നമ്മൾ ചില കാര്യത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ മൈൻഡ് സെറ്റേ മാറണം. സഭയിൽ വരുന്നത് വൃത്തിയായിട്ടും അണിഞ്ഞൊരുക്കണം. ഇതേ ആൾ കല്യാണത്തിന് ആൾക്കാർ എവിടെ പോകും, കല്യാണത്തിന് പോകുന്നത് കാര്യം അവർക്കറിയാം എവിടെ പോകാൻ ചോദിക്കാൻ. ഈ കുരിശിൻ്റെ മുകളിൽ വരുന്നവരാണ് മോന്തേ കുത്തി വരുന്നത്. ആരാണോടെ ദേഷ്യം നിന്നാ വരുന്നത്. അപ്പോൾ അപ്പുറത്ത് അമ്മയുടെ ചോദിക്കും എങ്ങോട്ട് പോകുക, ആരാന്നേക്ക് പോകാനും കാണുമ്പോഴേ അറിയാം ഈ മോന്തേ കുത്തി കുത്തുള്ള പോക്ക് എങ്ങോട്ടാണ്. നമ്മളെ കാണാം അവരോട് ചോദിക്കുക ആരാധനയ്ക്ക് വരുന്നത്. എൻ്റെ പൊന്നെ അമ്മയെ പൊക്കോളം പറയും, ഈ കുരിശിലേക്ക് ഞങ്ങളില്ല. ഒരുങ്ങി സന്തോഷത്തോടെ വരണം, സ്തുതികളോടെ വരണം. ഓട്ടക്കാരൻ 5 രൂപ കൂടെ വെച്ച് തിരിച്ചോട്ട് 10 രൂപ കൊടുത്തേക്ക്. ഓട്ടക്കാരൻ ചോദിക്കണം ഏത് കല്യാണത്തിന് വന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് പോകാൻ വരുന്നത് ചോദിക്കണം. രാമേ പറ, നിങ്ങളുടെ വരവും പോക്കൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നേ. മരിക്കുന്ന സ്വഭാവമാണെങ്കിൽ സകലത്തിനെയും ഓർത്തെന്ന് പഠിക്കണം കേട്ടോ. റൗണ്ട് ചെയ്യണം, വരയ്ക്കാനല്ല. എൻ്റെ സ്പിരിച്വൽ മെത്തേഡ് തന്നെ പഠിപ്പിക്കുന്നത് റൗണ്ട് ചെയ്യണം. നിങ്ങളുടെ പേര് എഴുതണം, ഫാമിലിയുടെ പേര്. ഞാനാണെങ്കിൽ ഗിരീഷ് ബാബു ആൻഡ് ഫാമിലി. എനിക്ക് വേറെ പേരുണ്ട് അബ്രഹാം ഇസ്രായേൽ. എൻ്റെ സ്പിരിച്വൽ നെയിമാണ്. ഞാൻ എഴുതും ഗിരീഷ് ബാബു ആൻഡ് ഫാമിലി. എല്ലാ അബ്രഹാം ഇസ്രായേൽ ഫാമിലി ദൈവം ഓർത്തു വായിച്ചു. ദൈവം ഭൂമിയിൽ ഒരു
ഓർത്തു എന്ന് വായിച്ചിട്ട് വായിക്കണം, എന്നാലും അത് ക്ലിയർ ആ വാക്യങ്ങൾ തമ്മിലും ബന്ധം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തതിന് ശേഷം നടക്കുന്ന സംഭവമാണ് ദൈവം ഭൂമിയുടെ മേൽ കാറ്റ് എന്നുള്ള വട്ടത്തിലൂടെ വായിക്കണം. വായിച്ചു. കാറ്റ് വെള്ളം നിലച്ചു. അത് നിലച്ചു എന്നുള്ളതിന് വട്ടം എടുക്കണം. 2025 അവസാനിക്കുമ്പോൾ ചിലത് നിലയ്ക്കണം. രാമേ പറ. ഏത് വാഗ്ദത്തെ കണ്ടാലും ആമേ പറയണം. ഞാൻ ഈ പറഞ്ഞ കേൾക്കണം. ഞാൻ ഈ പറഞ്ഞ ഇനി ശ്രദ്ധിച്ചോ. ഈ വചനം ഈ എബ്രായ ലേഖനം പറയുന്ന വചനം വാളാണ്. നിങ്ങൾ അതിനെ എടുക്കുന്നത് ഒരു പ്രോഫറ്റിക്കൽ വേർഡായിട്ടാണ്. എഴുത്തുകാരൻ പറയുന്നു വാളായിട്ടാണ്. വാള് മാത്രമല്ല വചനം, വാള് മാത്രമല്ല, ഈ പുസ്തകത്താളിനെ വിട്ട് വാളായിട്ട് പുറത്തിറങ്ങാൻ കഴിവുള്ളതാണ് വചനം. വാള് മാത്രമല്ല, ഇത് തീയായിട്ടാണ്. ഇത് തീ മാത്രമല്ല, ഇത് മഴയായി ഇറങ്ങാമേ പറയാം. മഴ മാത്രമല്ല, കാറ്റായി ഇറങ്ങാമേ പറയാം. കാറ്റ് മാത്രമല്ല, ഓഹോ, ഇത് സിംഹമായി ഇറങ്ങി വരും. വിശന്നിരിക്കുന്ന സിംഹം ഇര പിടിക്കാൻ എന്നതുപോലെ പുസ്തകത്താളിനെ വിട്ട് വചനം പുറത്തിറങ്ങാമേ പറയാം. രാജാവ് സേനാ സഹിതനായി ഇറങ്ങുന്നത് പോലെ വചനം പുസ്തകത്താളിനെ വിട്ട് പുറത്തിറങ്ങും. ഞാൻ ഈ വാക്യം പറയുമ്പോൾ വാക്യം പുസ്തകത്താളിനകത്ത് ഒതുങ്ങി നിൽക്കുകയല്ല, അത് ജഡം ധരിച്ച് ആത്മാവ് ധരിച്ച് പുറത്തിറങ്ങാമേ പറയാം. പറയുന്ന വാക്യത്തിന് ജീവനുണ്ട്. ഒരു സേനയെ പോലെ എഴുന്നേറ്റ് കരമടിക്കാൻ കഴിയുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നള്ളി വരുന്ന രാജാവിനെ കരമടിച്ച് സ്വീകരിക്കുന്നത് പോലെ രാജാവെ മരുഭൂമിയുടെ വാഹനമേറി വരുന്നവനെ വാഴ്ത്തി വാഴ്ത്തി സ്തോത്രം ചെയ്തവനെ സ്വീകരിച്ചോണം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം. ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്ന ആളല്ല, ഞാൻ അങ്ങനെ പറയത്തില്ല. I preach gospel, good news. Hello, I am not a condemning prophet. ഞാൻ കുറ്റം പറയുന്ന പ്രവാചകനല്ല. പക്ഷേങ്കിൽ കറക്ഷൻ ഉണ്ടാവണം. എന്താണ്? നമ്മൾ ഈ വചനത്തെ ആദരിക്കാൻ പഠിക്കണം. വചനം എഴുന്നള്ളി വരുമ്പോൾ കരമടിച്ചവരെ രാജാവിനെ സ്വീകരിക്കണം. നിങ്ങൾക്കറിയാം, പിണറായി വിജയൻ കഴിഞ്ഞ ഭരണം ജയിച്ച് കയറിയപ്പോ അദ്ദേഹത്തെ കരമടിച്ച് പ്ലാറ്റ്ഫോമിൽ കയറ്റിയത്. എന്തിനെ കയറ്റിയതറിയാമോ? അതിന് മർമ്മമുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന തെറ്റായ ഭരണത്തെ കൈപിടിച്ച് താഴെ ഇറക്കിയിട്ട് ശരിയായ ഒന്നിനെ തിരഞ്ഞെടുക്കുകയാണ്. പുസ്തകത്താളിനെ വിട്ട് വചനം പുറത്തു വരുമ്പോൾ കൈ കെട്ടിയാലിരിക്കുന്ന ഇരിക്കരുത്. നിങ്ങൾ വചനം കൈയെടുത്ത് സ്വീകരിക്കണം. എന്റെ കുടുംബത്തിന് മീതെ, എന്റെ ആത്മമണ്ഡലത്തിന് മീതെ, എന്റെ തലമുറകൾക്ക് മീതെ വചനം രാജാവിനെ പോലെ തെറ്റായ ഭരണങ്ങൾ ശാപം നിറഞ്ഞത് അടിച്ച് കരമടിച്ചതിനെ അടിച്ചു കളയുക. കരമടികൾ ആത്മമണ്ഡലത്തിൽ ഭയങ്കര സ്വാധീനം ചെലുത്തുന്നത്. എനിക്ക് കരമടിക്കുന്നതിനെ പറ്റി പറയാൻ സമയമില്ല. ടോഡ എന്ന വാക്കാം. ടോഡ എന്നല്ല, അവരെന്താണ് ടോഡ എന്ന് പറഞ്ഞേ ടോഡ കരമടിക്കുന്നതിന്. It's a worship term, no? It's a style of worship. നിങ്ങൾ കരമടിക്കുന്നത് ആത്മമണ്ഡലത്തിൽ ഇഫക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം, ദുരാത്മരോഗം യേശുവിനുള്ളതെല്ലാം കോപ്പി ചെയ്യും. എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. സ്റ്റോർക്കൊന്നും നടത്തി. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഫാദർ മരിച്ചുപോയി. ഞാൻ ഈ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് 7, 8, 9 വയസ്സിന് എത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 7 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിക്കുന്നത്. എൻ്റെ ഫാദറിൻ്റെ ഫാമിലി മുഴുവൻ ഡോക്ടർമാരാണ്. കാലത്ത് രാജകുമാർ വൈദ്യന്മാരതിന് ശേഷം രൂപാന്തരപ്പെട്ട് വൈദ്യന്മാരും ഡോക്ടർമാരാകുന്ന പോലെ 10 ഡോക്ടർമാരുണ്ട്. പ്രധാനപ്പെട്ട ഈഴവ ഫാമിലിയിൽ ഡോക്ടർമാരെന്ന് പറഞ്ഞൊരു ഫാമിലി, സ്വന്തമായ ക്ഷേത്രവും പാമ്പും കുളവും ഒക്കെ ഉള്ള കുടുംബം. അതിനകത്ത് അവർ തീരുമാനിച്ചു എന്താണ് കർമ്മം ചെയ്യണം. ഞാൻ ആദ്യജാതന നിലയിൽ കർമ്മം ചെയ്യാൻ പറ്റും. നിങ്ങളിത് അറിയണം. എൻ്റെ തലയിൽ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം എൻ്റെ തലയിൽ താരം എടുത്ത് വെച്ചു. ഒരു 7 വയസ്സുകാരൻ്റെ പ്രായത്തിൽ ഓർത്താൽ മതി. കുളത്തിലേക്ക് ഇതുമായി ബലിതർപ്പണം ചെയ്യാൻ ഇറങ്ങുന്നു. ബലിതർപ്പണത്തിന് ശേഷം വിറച്ചുകൊണ്ട് വരുന്ന ആരോഗ്യമില്ലാത്ത യുവാക്കളെ കൊച്ചു മൈകളെന്ന് പറയുന്നു. ചോറ് ഉരുട്ടി രാമാനന്ദ പണിക്കർ എന്ന വീരപ്പനെ പറയണം. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച, ഇന്ന നക്ഷത്രത്തിൽ മരിച്ച ആൾക്ക് എൻ്റെ ഫാദറിനെ ഗംഗേശ്വരി യമുനയുടെ തീരത്താണ് അടക്കുന്നത്. ബീഹാറിൽ വെച്ച് അവിടെ തന്നെ നടക്കുകയായിരുന്നു. അങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെച്ചതിന് ശേഷം പുറകോട്ട് നടന്ന് ദർഭ പുല്ലുകൊണ്ടുണ്ടാക്കിയ മോതിരം കയ്യിലേക്ക് ഇട്ട് തന്നിട്ട് കർമ്മി പറയുന്നു, വടക്കേക്ക് നോക്കിയിട്ട് ഈ പേര് പറഞ്ഞ് ജാതകരെ നോക്കി കൈയടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. കർത്താദാസൻ പറഞ്ഞ സ്പിരിച്വൽ വേൾഡാണ് പറയുന്നത്.
പക്ഷെ കൈ അടിക്കുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു കാഴ്ച, ബലിക്കാക്കുകൾ പറന്നിറങ്ങുന്നു. ഞാൻ പറയാമോ, നിങ്ങളറിയാം, ഒരു ബലിതർപ്പണം ചെയ്ത ആൾ നിങ്ങൾ അന്തരീക്ഷം ഒരുക്കിയിട്ട് പറയുകയാണ്, ആ മന്ത്രം ഉച്ചരിച്ചിട്ട് പറയാണ്, നീ കൈ അടിക്കാമെങ്കിൽ ബലിക്കാക്കുകളെ ഞാൻ വിളിച്ചു വരുത്താം. ഞാൻ പറഞ്ഞ ഈ വചനത്തിന് കൈ അടിക്കാമെങ്കിൽ ആത്മമണ്ഡലം ചലിക്കുന്നത് കാണാം. നിന്റെ വീടിനകത്ത് തളം കെട്ടിക്കിടന്ന ശാപങ്ങൾ അഴിഞ്ഞു മാറണം. നിന്നെ പിന്തുടരുന്ന പാരമ്പര്യ ശക്തികളോ രാജാവിനെ കരമടിക്കുമ്പോ രാജാവിനെ കരമടിക്കുമ്പോ ആത്മമണ്ഡലം ചലിക്കുമെന്ന്. ഓ പറയാൻ സമയം ഒത്തിരി വാക്യങ്ങളുണ്ട്. കൈയടിച്ച ശത്രുക്കളെ ഓടിച്ച് കൈയടിച്ച് സിംഹാസനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, അന്ന് പറയാൻ സമയമില്ല. നിങ്ങൾക്ക് നോക്കുക, അപ്പൊ തന്നെ വാഴ അന്യഭാഷ പറയണം, അന്യഭാഷയുടെ അത്ര സ്തോത്രം പറയണം, അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അന്യഭാഷയുടെ കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ പ്രവചനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിവേചനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവേചനപരമുള്ളവർ ദൂതന്മാരുമായുള്ള സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഓരോ കാര്യത്തിനും. എന്തിനാണ് അന്യഭാഷ പറയുന്നത്? പാസ്റ്ററുടെ പ്രസംഗത്തിന് ഒരു താളവും ഇപ്പൊ ഉണ്ടായിക്കോട്ടെ. നോ ബ്രദർ, ഇറ്റ്സ് നോട്ട് ദ വേ. നിങ്ങളുടെ മേതെ നിങ്ങൾ ആയിരിക്കുന്ന ജീവനം, നിങ്ങളായിരിക്കുന്ന സ്പിരിച്വൽ ഷിപ്പുണ്ടല്ലോ, ആ കപ്പല്. യാക്കോബ് പറയുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും ചുക്കാൻ കൊണ്ട് അതിനെ തിരിക്കുന്നത് എന്തുകൊണ്ടാ പറഞ്ഞേ? വലിയ കപ്പൽ, ചെറിയ ചുക്കാൻ. എത്ര വലിയ സഭയാണെങ്കിലും എത്ര വലിയ ജീവിതമാണെങ്കിലും നാം എന്ന ചെറിയ ചുക്കാൻ കൊണ്ട് തിരിക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? ഈ പറയുന്ന വാക്യത്തെ ഏറ്റു പറയണം. പ്രാർത്ഥനയ്ക്ക് ഹോമോലോഗോസ് എന്ന പദമാണ്. ഹോമോലോഗോസ് സെയിം. ഹോമോ മീൻസ് സെയിം, സെയിം എന്ന അർത്ഥം. ലോഗോസ് മീൻസ് എഴുതപ്പെട്ട വചനം. പറയുന്ന വചനത്തെ ഏറ്റു പറയണം. നിങ്ങൾ ഈ പറയുന്ന വാക്യത്തെ ഏറ്റു പറയണം. എന്തിനാ പറയുന്നത്? ഇപ്പോഴുള്ള അശുഭ തുറമുഖത്തിൽ നിന്നും ശുഭ തുറമുഖത്തിലേക്ക് നിങ്ങളെ കപ്പൽ തിരിക്കാൻ പറ്റും. ഞാൻ കണ്ട ദുരന്തങ്ങളിൽ ഒന്നാണ്, പണ്ട് നമ്മുടെ സമുദായ സഭകളില് ആരാധിക്കുമ്പോൾ സ്തോത്രം പറയാറില്ല. സ്തോത്രം പറഞ്ഞാല് പള്ളിക്ക് ചുറ്റും ഓടിച്ച് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ സഭകൾ പലതും ഇങ്ങനായി തുടങ്ങി. നമ്മളെ ശരിയല്ല. പണ്ടങ്ങനല്ല, സ്പ്രിംഗിലായിരുന്നു ഒരു ആരാധന പറയുന്ന മർമ്മം അവർക്കറിയാം. ഉപവാസ പ്രാർത്ഥനകളുടെ അർദ്ധരാത്രി പ്രാർത്ഥനകൾ അവർക്കറിയാം. അവരെന്തിനും പറയുമ്പോൾ അവർക്കറിയാം സ്പിരിച്വൽ വേൾഡ്. ഞാൻ കരമടിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ അവർ വന്നിരിക്കുന്നതിന്റെ പട്ടി വലടിക്കും. കാര്യം അങ്ങനെ വാസം പ്രസംഗിക്കണ്ട, മനസ്സിലായോ? ഇതെല്ലാം ത്രിപനായിട്ടാണ് നിൽക്കുന്നത്. ഇത് വാദം സ്തോത്രം പറയില്ല. കാര്യം എന്തുവാ? ഒഫൻഡഡ് മൈൻഡിലാണ് നിൽക്കുന്നത്. ദൈവം എനിക്കൊന്നും ചെയ്തില്ല, നാട്ടുകാരൊന്നും ചെയ്തില്ല, പാസ്റ്റർ ഒട്ടും ചെയ്തില്ല, പിന്നെ ഞാനെന്തിനാ? അങ്ങനല്ല ഇരിക്കേണ്ടത്. നിങ്ങളുടെ അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കണം. നിങ്ങളുടെ വായിക്കൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്റെ സ്പിരിച്വൽ വേൾഡ് തിരിയുകയാണ്. യാക്കോബ് പറഞ്ഞ പോലെ എന്റെ വാക്കുകൊണ്ട് എന്റെ ഡെസ്റ്റിനി മാറുകയാമേ പറ. നിങ്ങളുടെ മക്കൾ എന്തുമാകട്ടെ, നീ പ്രാർത്ഥിച്ചാൽ തിരിയും. ഞാൻ ഈ പറഞ്ഞത് കരമടിക്കാനും അന്യഭാഷ പറയാനും ഒരു മടിയും വേണ്ട. നോക്കെ ഈ യുദ്ധം നടക്കുന്ന, ഇസ്രായേലുമായി യുദ്ധം നടക്കുമ്പോ ഈ യുദ്ധകളത്തിലേക്ക് ഇവർക്ക് കാര്യം മനസ്സിലായി. യുദ്ധം ഏകദേശം തീരാറായി, യുദ്ധം തോക്കാറായി. പെട്ടെന്ന് പറയുന്ന ദാവീദ് പറയുന്നു, നിയമപ്പെട്ടകം കൊണ്ടുവരിക. ഇവരെ നിയമപ്പെട്ടകം കൊണ്ടുവരുമ്പോൾ ഈ വാക്യശ്രദ്ധ നിയമപ്പെട്ടകം യുദ്ധം നടക്കുന്നതിനിടയ്ക്കാണ് കൊണ്ടിരുന്നത്. യുദ്ധത്തിന് നടുവിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ഭൂമി കുലുങ്ങുന്നത് പോലെ ആർക്കുണ്ട്? എങ്ങനെ ആർക്കുണ്ട്? ഹലോ, എങ്ങനെ? ഒന്നുറക്കം പറഞ്ഞേ, ഒന്നുറക്കം പറഞ്ഞേ. ചിലർ മിണ്ടത്തില്ല. മുത്തുവഴി മുത്തിന് വ്യാപാരം തുടങ്ങാം. വാ തുറക്കെ കേൾക്കൂ. ഈ ഭൂമി കുലുക്കുന്നത് പോലെ ഇതൊക്കെ ആർപ്പെട്ടപ്പം എതിർപക്ഷത്തുള്ള പാളയത്തിലേക്ക് നാളുകൾ ചോദിച്ചു, ഇസ്രായേലിലെ ആ ആരംഭം എന്താണ്? അടുത്ത വാക്യം പറഞ്ഞു കേട്ടണം. അവരുടെ പെട്ടകം അവരുടെ നാടുകൾ വന്നു. പെട്ടകം, വചനം, the grace, the glory, when it comes, ഇത് പുസ്തകത്താളിനെ ഇറങ്ങി വരും. നാമേ പറ. ഇത് വന്നവരുടെ അടുത്ത വാക്യം പറയുകയാണ്, അവർ തമ്മിൽ പറയാണ്, നമ്മൾ തോറ്റു തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആർപ്പ് കേൾക്കുമ്പോൾ ആത്മമണ്ഡലം പറയും, അവരുടെ പെട്ടകം വന്നു, നമ്മൾ തോറ്റുവന്നു. നിങ്ങളുടെ ശബ്ദങ്ങൾക്ക് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ആർപ്പുകൾക്ക്, നിങ്ങളുടെ ശബ്ദത്തിന്, നിങ്ങളുടെ ആത്മാവിനൊക്കെ തൊടാൻ പറ്റും. രാമേ പറ. ഇത്രയും പറഞ്ഞിട്ട് വോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല.
നിങ്ങളുടെ ശബ്ദത്തിന്, നിങ്ങളുടെ ഏറ്റുപറച്ചിലുകൾക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. ആ വാക്യം കേട്ടോ എന്താണ്? പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ, പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ ജനം അത് കേൾക്കണം. എന്താണ് ഞങ്ങളുടെ പരിപാടി? പുരോഹിതന്മാരുടെ പരിപാടിയാണ്. അപ്പോസ്തലിക് പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയാണ്. അവർ പ്രവചിക്കണം, അവർ വചനത്തെ പുറത്തു കൊണ്ടുവരണം. വചനം കേൾക്കുമ്പോൾ ജനം ചെയ്യണത് ആർപ്പിടുകയാണ്. ജനത്തിന്റെ ആർപ്പ് കേട്ടിട്ട്, കാഹളത്തിന്റെ ശബ്ദം ജനമാണ് കേൾക്കേണ്ടത്, മതിലല്ല. ജനത്തിന്റെ ആർപ്പ് കേട്ടിട്ട് മതിൽ വീഴും. ആമേൻ. നിങ്ങളുടെ ആർപ്പുകൾക്ക് യഹോവയിലേക്ക് തലമുറകൾ കെട്ടിവെച്ചതിനെ, വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചതിനെ, ധൈര്യത്തോടെ വിശ്വാസത്തോടെ ആർപ്പിടാൻ കഴിയുന്നവര് നിങ്ങളുടെ ആർപ്പിന്റെ കപ്പാസിറ്റി നിങ്ങളുടെ ഫെയ്ത്ത്. വിശ്വാസാകത്തില്ലെങ്കിൽ എല്ലാവരും കൂവുന്നു, ഞാനും കൂവുന്നു. അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മുരളയിടുന്നു, ഞാനും. അങ്ങനെയല്ല. നീ നോട്ട് ലൈക്ക് ദാറ്റ്. ഫെയ്ത്ത് വന്നാൽ സിംഹഗർജന പോലെ, രാജസിംഹത്തിന്റെ ഗർജന പോലെ. രാജസിംഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സിംഹവും ഈ നായ ഓരിയാൻ ഇടുന്നത് പോലെ കുറയ്ക്കുന്ന സിംഹങ്ങൾ കണ്ടേക്കാം. എല്ലാ സിംഹവും രാജസിംഹമല്ല കേട്ടോ. എല്ലാ സിംഹവും രാജസിംഹമല്ല. എല്ലാ സിംഹങ്ങളും രാജസിംഹത്തിന്റെ പ്രത്യേകത, രാജസിംഹം മുരണ്ടു കഴിഞ്ഞാൽ ഗർജിച്ചാൽ കാട് കിടുകും. നിങ്ങളുടെ മേൽ രാജസിംഹമാണെന്ന് തെളിവ് പറയാൻ നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലം ചലിയും. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ കായലേറുന്നു. ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ടാവുക. ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന അഭിഷിക്തനാണെങ്കിൽ എന്റെ സ്പിരിച്വൽ മെന്റർ ഉണ്ടായിരുന്നു. എന്റെ തുടക്കകാല സ്പിരിച്വൽ മെന്റർ. അദ്ദേഹം ചില സമയത്ത് മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കും. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ശ്വാസം ഒന്ന് വിടുതായി പാസ്റ്റേ. അദ്ദേഹം ചെയ്യുമ്പോൾ എനിക്ക് എന്റെ അകം മൊത്തം കൂടുതലെടുത്തിട്ട് ഞാൻ കരയുക. ഞാൻ അകത്തിന്ന് ഈ മനുഷ്യൻ മൂളുമ്പം എന്തൊരു സാന്നിധ്യം. ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മൂളിയാൽ ആത്മവളനം പറയും, തീ ഇറങ്ങുന്നു. തീ ഇറങ്ങിയാൽ പാവലിരിക്കാൻ കഴിയില്ല. തീ ഇറങ്ങിയാൽ തേരിരിക്കാൻ കഴിയില്ല. തീ ഇറങ്ങിയാൽ ദുരാത്മ സാന്നിധ്യത്തിലിരിക്കാൻ കഴിയില്ല. ഈ പകൽക്കാലം തണുത്തുറഞ്ഞവരല്ല. ഈ പകൽക്കാലം ആത്മാവിന്റെ ചൂട് പിടിച്ചവരാണ്. ആത്മാവിന്റെ തീ പിടിച്ചവരാ. നമുക്കുണ്ടായ ഒരു അബദ്ധത്തിൽ നമ്മൾ പുറത്തു വരണം. നമ്മൾ വേഷഭൂഷാദികൾ കൊണ്ടും പുറമേയുള്ള സിസ്റ്റം കൊണ്ടും ആളുകളെ തിരിച്ചറിയുക. അങ്ങനല്ല. പുതിയ നിയമങ്ങളല്ല. സ്പിരിറ്റ് ഓർ നോട്ട്. പണ്ടാരത്തെ ചോദിച്ചതിന് രക്ഷിക്കപ്പെട്ടത്. ഇപ്പോഴല്ല. ഇപ്പോഴത്തെ ചോദ്യം അതൊക്കെ കഴിഞ്ഞ കാര്യം എന്താണ്? ആരെങ്കിലും സ്പിരിറ്റ് ഓർ നോട്ട്. നിങ്ങൾ ആത്മാവിൽ ആണോ അല്ലയോ എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത്, ഞാൻ ആ വിഷയത്തെ തൊടുന്നില്ല, അതിന് വേറെ പ്രസംഗം. എന്താണ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ അകത്ത് ആത്മസാന്നിധ്യം നിറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പുറമെ വരുന്ന കാര്യമല്ല. ഈ ഫീൽ ഗൂസ് ബംപ്. എന്താണ് കുളിർ കൊണ്ടുപോലെ തോന്നും. We feel, feelers ആണ് ഞാൻ പറഞ്ഞത്. They are the feelers. I am a feeler. And I know where to move. ചില സമയത്ത് പ്രസംഗിക്കുമ്പോൾ ചിലയിടത്ത് ചെല്ലാൻ തോന്നും. ചിലയിടത്ത് ചെന്ന് നിൽക്കുമ്പോഴേ കാണുന്ന പറഞ്ഞ കുഞ്ഞുങ്ങളിരിക്കുന്നതായിട്ട്. കണ്ണു തുറന്നപ്പോൾ അവരൊന്നുമില്ല. വീണ്ടും കണ്ണു തുറക്കാൻ അവിടേക്കും കാണാൻ കുഞ്ഞിരിക്കുന്ന ഫീലേഴ്സ്. നമുക്ക് ഈ ഫീൽ അവർക്ക് കുഞ്ഞുങ്ങളിരുന്ന് മനസ്സിലാകും. ഫീലേഴ്സാണ്. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എണ്ണ കിന്നിഞ്ഞ് അസ്ഥികളിൽ ഇറങ്ങുന്നു, സാന്നിധ്യം ഇറങ്ങുന്നു, ഇതിനകത്ത് സ്നേഹം ഇറങ്ങുന്നു, ഇതിനകത്ത്
തീ ഇറങ്ങുമെന്നാണ്. ഇൻഫില്ലിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ചൈതന്യം നിന്റെ അകത്ത് തേജസ്സായി പരക്കുന്നു. സ്വസ്ഥത കയറി വരുന്നതാണ്. യേശു ശുശ്രൂഷിച്ച ശേഷം ഇരുന്നു എന്ന വാക്യമുണ്ട്. അതുവരെ പുരോഹിതന്മാർ ഇരുന്നിട്ടില്ല. നിന്ന് എന്താ ഇരിപ്പുറയ്ക്കാത്ത പുരോഹിത ജീവിതം കഷ്ടമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിപരിശുദ്ധ സ്ഥലമോ പരിശുദ്ധ സ്ഥലമോ പ്രാകാരത്തിലൊന്നും സീറ്റിൽ അല്ലേ, ഒരു കസാരയില്ല. യേശു വന്നിരുന്നത് രണ്ട് മേശകളുള്ള, ഒന്നും 2 ചെയറുള്ള, 2 ചേമ്പറ. ഒന്ന് മോസത്തിനാണ്. അവർ വിശ്വസിക്കുന്നു മോശ വരുമ്പോൾ ഈ ചേമ്പറിലിരിക്കും. മറ്റൊന്ന് മശീഹയ്ക്കുള്ള ചേമ്പറാണ്. അതാ എല്ലാ കണ്ണും അവന് പതിഞ്ഞിരുന്നത്. കാര്യം ഇതാണോ മശീഹ? എല്ലാവരും അതിശയിച്ച് അവനെ നോക്കി. കാര്യം എന്താ? ചേമ്പർ. ആ ചേമ്പറിലിരുന്നു സ്വസ്ഥതയെ കുറിക്കുന്നതാണ്. ആത്മജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും. ഒരു ആരാധനയ്ക്ക് ശേഷം ഇരിക്കണം. നമ്മളെ ചുറ്റി നിൽക്കുന്ന തേജസ്സിനെ നോക്കി പറയണം, നന്ദി കർത്താവേ. നിന്റെ ആത്മാവ് നിന്നോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രാണനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഐ ആം ദേർ, ഡോണ്ട് വറി. നിങ്ങൾ ഒരു സിംഹം നേരിട്ടാലും നിങ്ങൾ ജാഗ്രതയോടെ നിൽക്കാമേ പറ. ഒരു യുദ്ധം നേരിട്ടാലും ഭയപ്പെടാതെ നിൽക്കാമേ പറ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ അകത്താരോ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പറയാമേ പറ. നിങ്ങളുടെ വാക്യം വേണ്ടായിരുന്നോ? നിങ്ങളെ വാക്യം വായിച്ചു. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയെ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. അന്ന് വരക്കണേ, ആഴിയുടെ ഉറവുകൾ അടഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ അടച്ചു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാതെ. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിൽ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. ഇതെല്ലാം നിൽക്കാൻ സമയം കാണുന്നില്ല. ദൈവന്റെ ഒപ്പം കുടുംബത്തെ ഓർത്തു. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവദാസനെ സഹോദരി കർത്താവിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഓർക്കുന്നു. കർത്താവിനോട് പറഞ്ഞ ഞാൻ നിന്നെ ഓർക്കുന്നു. നീ വെച്ച് വിളമ്പിയത്, നീ ഞെരുങ്ങിയത്, നീ സഹിച്ചത്, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തത്, കണ്ണടച്ച് മൗനമായി ഇരുന്നത് ഞാൻ ഓർക്കുന്നു. ലേഖനം 6:10 പറയുന്നു, മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്. മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഒരു വർഷം മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. എന്റെ നല്ല യൗവനം എനിക്ക് തോന്നി 25 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അറ്റ്ലീസ്റ്റ് 30 years, ആഫ്റ്റർ 30 years ഞങ്ങൾ മുഖാമുഖമായി കാണും. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ആത്മാവിന്റെ ശബ്ദം, എൻ്റെ ആത്മാവിൽ കർത്താവിന്റെ ഉള്ളത്തിൽ, എൻ്റെ പ്രാണനിൽ പറഞ്ഞ ശബ്ദമല്ല ഞാൻ പറയുന്നത്. കർത്താവിന്റെ പ്രാണനിൽ പറഞ്ഞ ശബ്ദം ഈ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സഭയിൽ വരുന്നത്. മറന്നുകളയാൻ അനീതിയുള്ള ദൈവമല്ല. നല്ല യൗവനത്തിൽ നിനക്കേറ്റ മുറിവുകൾ, തകർച്ചകൾ, ഉക്കച്ചിലുകൾ തള്ളി, എന്റെ കാഴ്ച കണ്ടതിനെ തള്ളി ജോർജ് മാസ്റ്റർ മാറ്റി പ്ലാറ്റ്ഫോമിൽ ആരോ കേറ്റുന്നു. കർത്താവ് പറയും, ഞാൻ ഓർക്കുന്നു, ഞാനത് ഓർക്കുന്നു, ഞാനത് ഓർക്കുന്നു. നിന്നെ തള്ളി മാറ്റിയ പ്ലാറ്റ്ഫോം, നിന്നെ റിജക്ട് ചെയ്ത പ്ലേസ്, നിന്നെ ഒറ്റപ്പെടുത്തിയ കൂട്ടത്തിന്റെ നടുവിൽ ഞാനത് ഓർക്കുന്നു. നിങ്ങൾക്കറിയാം ഈ വാക്കിന് ഒത്തിരി ആഴമുണ്ട് കേട്ടോ. നോഹയോട് ചോദിക്കണം, നോഹേ ഈ വാക്കിന്റെ അർത്ഥം എന്താന്ന്? നോഹ പറയും, ചങ്ങ പിടയ്ക്കുന്നതിന് നടുവിൽ ശബ്ദം ഞാൻ ഓർക്കുന്നു. എനിക്ക് കൃപ കിട്ടിയെന്നല്ല പറഞ്ഞത് വെച്ചാ, കൃപ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ദൈവത്തിനെ. കൃപ കിട്ടിയവന്റെ ഭാഷമായി, കൃപ കിട്ടിയവൻ ഒറ്റപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ഹലോ, എന്നെ കൃപ കിട്ടിയവൻ ഒറ്റപ്പെടുകയാണ്. കൃപ ലഭിച്ചവൻ പുതിയ വാക്കുകളുടെ നാട്ടിലോട്ട് ഇറങ്ങുകയാണ്. കൃപ ലഭിച്ചവൻ പ്രവചിക്കുകയാണ്. അവൻ വന്ന് പറയുകയാണ്,
മഴ പെയ്യാൻ പോകുന്നു. മോശ പറയുന്നു, ലോക പറയുന്നു, എനിക്ക് മഴ എന്നാന്നറിയില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തിനാ മഴ എന്ന് പറയുന്നത്? ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ സന്ദേശം, പുതിയ പഠിപ്പിക്കൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മാസ്റ്ററെ. കാര്യം എന്താണ്? He got a grace. ലോക പറയുന്ന ചില വാക്കുകളുണ്ട്. മഴ വരുന്നു, ന്യായവിധി വരുന്നു, രക്ഷ വരുന്നു, പടമുണ്ടാകുന്നു. ഇതെല്ലാം അവർക്ക് പുതിയതാണ്. ലോകയുടെ മക്കൾ പറഞ്ഞാണ് മിനിസ്റ്റർ നിൽക്കുന്നവരെ അപ്പനും അമ്മയുടെ വിളിച്ച് ചോദിക്കണം എന്ത് ചോദ്യങ്ങളാണ്. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞ നുണയല്ലേ? അപ്പ നമുക്ക് പറയാൻ പറ്റുമോ നുണ തന്നെയാണ് മക്കളെ? നിന്റെ മക്കൾ ഒരു ദേവദാസൻ കള്ളമാ പറയുന്നത് കേട്ടാൽ അവരുടെ ഉള്ളത്തിൽ എന്തായിരിക്കും പാസ്റ്ററെ? അതൊരു മുറിവല്ലേ? ഉണങ്ങിയ മുറിവാണെങ്കിലും അങ്ങനെ തന്നെ കിടക്കില്ലേ? നമ്മളെന്ന് പറയും, സോറി മോളെ അങ്ങനല്ല. അത് നമ്മൾ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് അവരെ കവർ ചെയ്യുമ്പോഴത്തേനോ ഐ നോ ഇറ്റ്സ് റോങ്. നിന്നെ അവർ ഒറ്റപ്പെടുത്തി ഞാൻ എന്നെ കണ്ടുകൊണ്ടപ്പോഴാണ് അപ്പ എന്ന് പറയും. നോബൽ മക്കൾ ചോദിക്കുന്ന അപ്പനും മിണ്ടാതിരിക്കാൻ അറിയില്ല. നാട്ടുകാർ പുറത്തിറങ്ങിയാൽ കളിക്കളത്തിൽ പോയാൽ നിങ്ങളൊരു ഭ്രാന്തനാണെന്നാ പറയുന്നത്. എനിക്കറിയില്ല. ദീർഘനാളുകൾക്ക് ശേഷം മഴ പെയ്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ അടച്ചിട്ട് വാതിൽ പറയുന്നു, താനൊരു പ്രവാചകനല്ലേ? നിങ്ങളെന്തൊരു മനുഷ്യനേതാ? നിങ്ങളെന്തൊരു വാക്കാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ മഴ പെയ്തിറങ്ങുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നോഹയുടെ കണ്ണു നിറഞ്ഞാണ്. നാട്ടുകാരെ മൊത്തം പറഞ്ഞു തരണം. കുഞ്ഞ് നീ എന്റെ നോക്കത്ത് ചോദിച്ചില്ലേ? മഴയെ പറ്റി അപ്പൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചില്ലേ? അപ്പന് പറഞ്ഞതിന് അഴിയിരുന്നു. അപ്പനൊരു കാര്യം അറിയാം, അവിടുന്ന് പറഞ്ഞു ഞാനതൊക്കെ പറയുക. അപ്പനൊരു കാര്യം അറിയാം, ഒരു കൃപ എന്റെ മേലെ വന്നെന്നറിയാം. കുഞ്ഞു പറഞ്ഞു കേട്ടോ, നീ ഒരു ദൈവപുരുഷനാണ്, നീ ഒരു ദൈവപുരുഷനാണ്. നമ്മുടെ മക്കൾ പറയട്ടെ, നാട്ടുകാരെ ഒക്കെ വിടുന്നു, കമ്മച്ചൊക്കെ പോട്ടച്ച മക്കൾ പറയട്ടെ, നീ ഒരു ദൈവപുരുഷനാണ്, നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് മക്കൾ പറയട്ടെ. നിനക്കൊരു നാടകമില്ല. ആര് പറഞ്ഞില്ലേ? എന്റെ മക്കൾ പറയണം, നിങ്ങൾ ദൈവപുരുഷനാണ്, നിങ്ങളിൽ ഒരു ജീവനുണ്ട്, നിങ്ങൾ പറയുന്ന വാക്കിന് വിശ്വസ്തനാണെന്ന് അവർ പറയണം. ഇതൊരു സാക്ഷ്യം. കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും കുഞ്ഞുങ്ങള്. അപ്പുറത്ത് പലരും മരിച്ച് വീഴുമ്പോ പടക് പതുക്കെ വെള്ളത്തിലൊന്ന് മൂവ് ചെയ്യുമ്പോൾ ബ്രദറെ കുഞ്ഞുങ്ങൾ വന്ന് 40 എന്ന് പറയുന്ന ടൈം പീരീഡ് ചോദിക്കുന്ന അപ്പ വരാനി പോയി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പന്റെ മറുപടി അടുത്തത് ഡേറ്റാണ്. ദൈവത്തിന് നമുക്കറിയാമോ എങ്ങോട്ട് പോകുന്നെന്ന്? ഇല്ല. അംശമായി വേണം പ്രവചിക്കാം. കഴിഞ്ഞ മാസം 2 മാസം മുന്നേ ന്യൂസിലായിരുന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു എങ്ങോട്ടാ ചോദിച്ചാൽ അറിയില്ല പാസ്റ്റർ. കർത്താവിനോട് ഇന്നത് പറയുന്നതല്ലാതെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പാസ്റ്ററെ? നോ പറയുന്നു, മക്കളെ അറിയില്ല, മക്കളെ കുഞ്ഞെ എനിക്കറിയില്ല നമ്മൾ എങ്ങോട്ടാണ്. അടുത്ത ചോദ്യം പിള്ളേരുടെ ഡേറ്റാണ്. അപ്പൻ ദൈവസന്നിധി നേരോടാണോ നിൽക്കുന്നത്? എല്ലാം ശരിയാണ്, പക്ഷേ ഈ പടക് ഉലയുന്നത് പോലെ തോന്നുന്നു. ശരിയല്ലേ? ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ ഉറവുകളും തുറന്നിരിക്കുന്ന പടക് ഉലച്ചിലൂടെ പോവുകയാണ്. ചില സമയത്ത് കുഞ്ഞുങ്ങളോടൊപ്പം താണ്ടെ പാഞ്ഞു പോകുന്ന ഈ പടകം ഈ കാണുന്ന മലയിലിടിച്ച് പൊളിയും. അവർ പരസ്പരം പറഞ്ഞു കാണും, അപ്പൻ ഇനി വില തെറ്റും, അപ്പനെ കേട്ടതിൽ പെശകുവല്ലതും. നോഹ പറയും, എനിക്കറിയില്ല. ഒട്ടകത്തിന്റെ ഒരു മൂലയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നോഹയ്ക്ക് ചോദ്യം, 40 ദിവസമായി എന്നെ ഓർക്കുന്നില്ലേ? ഞാൻ എങ്ങോട്ടാ? തിരുവല്ലാന്ന് കുമ്മനാടെന്ന് പറയാം, കുമ്മനാടെന്ന് കറലച്ചാലെന്ന് പറയാം. നോഹയ്ക്ക് അങ്ങനെ പറയാൻ പോയിന്റ് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞേ, അങ്ങനെ പോയിന്റ് ഉണ്ടോ? ആ നോഹയെ ഓർമ്മയിരിക്കുന്നത് മറുപടിയില്ല. ഭാര്യയോടോ മക്കളോടോ ഈ മൃഗജാലങ്ങൾക്ക് ശബ്ദിക്കാനില്ല മാമേ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കേ നോക്കൂ. ഇവറ്റകൾ നോക്കേ നോക്കിയിട്ട് സിംഹം പറയാണ്, ഞാൻ തേടെ ഒരു കോഴിയോയോ മുയലിനെയോ കഴിഞ്ഞ 40 ദിവസമായി തൊട്ടിട്ടില്ല. പക്ഷെങ്കിൽ
നീ ഞങ്ങളോട് പറയണം, നീ കൂട്ടാൻ ഞങ്ങളെ കൊണ്ടുവന്നത്. ഈ മൃഗജാലങ്ങൾ മുഴുവൻ ഒരു മനുഷ്യനെ നോക്കുകയാണ്. ദിവസം കഴിയും തോറും തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോ കർത്താരദാസന്റെ വീടൊക്കെ വെള്ളത്തിലായിരുന്നു. അവർ ക്യാമ്പിലായി. ഞാനത് വാടക വീട്ടിൽ താമസിക്കും. എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സങ്കടം. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു, ശ്രീനിവാസനെ എല്ലാം ഉണ്ടോ? അല്ലേ, കുഞ്ഞിനെ കൊണ്ട് ക്യാമ്പിൽ കഴിയുക. അപ്പൊ നമ്മളിങ്ങനെ ന്യൂസ് കേട്ടോണ്ടിരിക്കുക. എത്ര ദിവസത്തിന് ശേഷം നിങ്ങൾ ഓർത്തെ 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം 1 മാസമൊക്കെ കഴിയുമ്പോഴും മൗനം തളം കെട്ട് നടത്തും. മോശ പുസ്തകത്തിൽ എഴുതുക, ദൈവം നോഹയെ ഓർത്തു. എന്നെ കർത്താവ് അയച്ചത്, കർത്താവദാസൻ നിങ്ങളെ കർത്താവ് ഓർക്കുന്നത് പറയാം. 2025 ഈ ഡിസംബർ മാസം നിങ്ങളെ ദൈവം ഓർക്കുന്നത് പറയാനോ? ഓർക്കുന്നെന്ന് പറയുമ്പോൾ ഓർത്തോണം, ഈ ഓർമ്മ പരിശുദ്ധാത്മാവുമായി ചേർന്ന മനസ്സിൽ യേശു പറഞ്ഞു, അവൻ വരുമ്പോ ഞാൻ പറഞ്ഞത് ഓർപ്പിക്കും. അവൻ വരുമ്പോ വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കും. അവൻ വരുമ്പോ നിന്റെ നന്മകൾ ഓർക്കും. അവൻ വരുമ്പോ നിന്റെ തലമുറയെ ഓർക്കും. അവൻ വരുമ്പോ ഇതിനകത്ത് ദൈവസാന്നിധ്യം, ഇതിനകത്ത് ഭയങ്കര ആഴം വരും. പക്ഷെ എനിക്കിനകത്ത് നിറച്ചണളിരിക്കുന്ന ഫീൽ തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് ദൂതന്മാർ കയറി ഇറങ്ങി പോകുന്നു. ആരൊക്കെ ചുരുളുകൾ നിവർത്തുന്നു, ആരൊക്കെ വാഗ്ദത്തങ്ങൾ, അവൻ നിന്റെ പാപങ്ങളെ ഓർക്കുന്നില്ലെന്നൊരു ഓർമ്മപ്പശകമുണ്ട്. അവൻ നിന്റെ പാപങ്ങളെ അല്ല, വാഗ്ദത്തങ്ങളെ ഓർക്കും. ദൈവത്തിന്റെ ഓർമ്മയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നിന്റെ പാപങ്ങളെ ഒന്നും. ദൈവത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൻ നിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മറക്കുകയില്ല. അവൻ മറക്കത്തില്ല, കുറയ്ക്കത്തില്ല, തിരുത്തത്തില്ല. പറയാൻ മറക്കത്തില്ല, കുറയ്ക്കത്തില്ല, ഇത് പറഞ്ഞേ. പിന്നെ തിരുത്തത്തില്ല. എന്തെന്ന് പറയാമോ? അവൻ മറക്കത്തില്ല. പറഞ്ഞ മറക്കത്തില്ല, കുറയ്ക്കുകയില്ല, അവൻ ഓർമ്മ ഭയങ്കര. ഞാൻ ഒരിക്കലും ഈ ഓർമ്മ ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ തുറമാനമായിരുന്നു. പക്ഷെ നമ്മുടെ പുസ്തകത്തിന്റെ അവസാനം വരുമ്പോൾ 12 ജോലി അവസാനിക്കുക, ലേഖനം വരുമ്പോൾ നമുക്കൊരു മുൻവിധി, പല പ്രാവശ്യം വായിച്ചോണ്ട് മുൻവിധിയുണ്ട്. ഞാൻ റോമാലേഖനം വായിച്ചോണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഭാഗം അതുപോലെ രാവിലത്തെ വായനയില് എന്റെ മനസ്സ് ഞാൻ ചിന്തിക്കുക. പെട്ടെന്ന് അടുത്തൊരു ചാപ്റ്റർ തുറക്കാനുള്ള ആഗ്രഹമുണ്ട്. 12 ചൊല്ലുന്നത് ഇതിനകത്തെന്തോ വെളിപ്പാടുള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകാൻ നോക്കാം. ഞാൻ തങ്ങനല്ല, പൂർത്തി വരുന്നുണ്ട്. എന്തായാലും എനിക്ക് വന്നത് ഇങ്ങനെ വായിച്ചു, മുൻവിധിയോടെ വായിക്കുമ്പോഴെല്ലാം എൻ്റെ അനുഭവമുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം, കുറേനേക്കാൾ ശിവന്റെ മക്കളോട് പറയാണ്, നിന്റെ അമ്മയും എൻ്റെ അമ്മയും. ഒരു കൊള്ളിയ നെഞ്ചു തളിക്കുക. നിന്റെ അമ്മയും എൻ്റെ അമ്മയുമായവർക്ക് ഞാൻ നീതിയുടെ പുസ്തകം ഓർക്കുന്നു. എന്റെ മുന്നിൽ ഒരു ഭയങ്കര ഒരു തിരശ്ശീല തുറന്നു, ഭയങ്കര ഒരു തിരശ്ശീല തുറന്നിട്ട് നാടകം പോലെ ഞാൻ കാണുകയാണ്. ഒരു സ്ത്രീ, ആരാരും അറിയപ്പെടാത്ത സ്ത്രീ. ഖുറൈനക്കാരനെ നാട്ടുകാർ മൊത്തം പറഞ്ഞു. ഖുറൈനക്കാരനെ റിവാർഡ് ചെയ്ത ദൈവം ഖുറൈനക്കാരനെ പ്രസംഗിച്ചു. ഖുറൈനക്കാരന്റെ മക്കളെ 2 പേര്, റൂഫസും അലക്സാണ്ടറും പ്രസിദ്ധന്മാരായി അവർ ഉന്നതിയിലെത്തി. ആമേൻ പറ. നിങ്ങളുടെ മക്കൾ പ്രസിദ്ധന്മാരാകട്ടെ. ആമേൻ പറ. ആമേൻ പറ. നിങ്ങളുടെ മക്കൾ ഉന്നതിയിലെത്തിട്ട് ആമേൻ പറ. നിങ്ങൾ ആമേൻ പറയണമെന്നോ, നിങ്ങൾ ആമേനോടെ പറയണമെന്നോ, ആലിനോടെ പറയണമെന്ന് പഠിച്ചിരിക്കണം. വാഗ്ദത്തം കേട്ടാൽ ആമേൻ പറയണം. നിങ്ങൾ ആമേൻ പറയുമ്പോൾ നിങ്ങൾ മുദ്രയിട്ടിട്ട് റോയൽ സീൽ, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ മീതെ റോയൽ സീൽ ചെയ്യുക. അത് എനിക്ക് മാത്രമുള്ളതാണ് അതിനർത്ഥം. ആമേൻ പറ. മുദ്രയിട്ടേ ഒന്നും തുടരുത്. ആമേൻ പറ. നിങ്ങൾ മുദ്രയിട്ട് വെക്കണം. അടുത്ത
തലമുറകളിലേക്ക് നിങ്ങൾക്ക് മാത്രമാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. ഞെട്ടിപ്പോയി ആ സ്ത്രീയെ ഓർക്കാൻ. ഒരു അപ്പോസ്തലൻ പറയാം, എന്റെ അമ്മയിൽ ആരാ കുറേക്കാരൻ, ഹീസ് എ ബ്ലാക്ക് ഫെലോ, ഒരു ദളിത് ഫെലോ, ഒരു ആരാലും അംഗീകരിക്കപ്പെടാത്ത ഒരു ഫെലോ അല്ലേ? നിങ്ങൾക്കറിയാം ആ മനുഷ്യനെ എന്റെ അമ്മ എന്ന് പറയാൻ ഒരു വലിയ അപ്പോസ്തലൻ പറയാം, എന്റെ അമ്മയും നിന്റെ അമ്മയും. എന്തൊരു പുസ്തകം ഇതാ. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പറഞ്ഞാൽ ഞാൻ മറന്നുപോയേക്കാം, പാസ്റ്ററോടെ എഴുന്നേറ്റ് വന്ന് വെള്ളം ഒഴിച്ച് മരിക്കൂ. ആ ദിവസം വെള്ളം ഒഴിച്ചിരുവാണോ? എനിക്ക് കാപ്പി എടുത്താൽ മരിക്കോ ചെയ്യൂ. സ്വാദിവാസനെ കൊണ്ട് അത് ജയിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് സത്യമായി. പക്ഷെ അതിനൊരു റിവാർഡെന്ന് പറഞ്ഞിട്ടുണ്ടോ? വെള്ളം കുടിച്ചോ ദാഹം കഴിയുമ്പോൾ മറക്കും. പക്ഷെ സ്വർഗം പറയും, ഞാൻ ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു. ഒരു കൂട്ടർ യേശുവിടെ കരഞ്ഞു, ഞങ്ങൾ എപ്പോഴാ നിനക്ക്, അയ്യോ ഞങ്ങൾ എപ്പോഴാ നിനക്ക് വെള്ളം തന്നതായിട്ട്? അയ്യോ തെറ്റ് പറഞ്ഞതാണോ? അല്ല. യേശു ചിരിച്ചിട്ട് പറഞ്ഞ, ചിരിച്ചൊന്നും എഴുതിയിടല്ലോ, സ്മൈൽ ഇന്റർപ്രിട്ടേഷൻ. നീ അല്ല അവന് കൊടുത്തില്ല പാവപ്പെട്ടവൻ, ഞാൻ എഴുതുക, എനിക്ക് തന്നു. മറക്കാത്ത ദൈവം. എനിക്കതൊന്നും അല്ല. അതിനകത്തെ ആ വാക്യത്തെ നിങ്ങൾ വായിച്ചായിരുന്നു. നോഹയും നോഹയുടെ കൂറുള്ള സകല ജീവജാലങ്ങളെയും, സകല നോഹ നീ ഓർക്കണം. ഓർത്തില്ല പിന്നെ എന്ത് ദൈവമാണ്? നോഹ നിന്നെ അനുസരിച്ചു. സിസ്റ്റർ, എന്തൊരു ചോദ്യമുണ്ട്. ഈ തൊട്ടാവാടി ഉണ്ടല്ലോ, എന്ത് ചെയ്തിട്ടാ തൊട്ടാവാടി ദൈവം ഓർക്കുന്നത്? നോഹയെ ഓർത്ത് തൊട്ടാവാടി ഓർക്കുന്നതിന്റെ അർത്ഥം അല്ലേച്ചാ? ഈ കുഴുമയില് അവൻ എന്ത് ചെയ്തിട്ടാ കുഴുമയിലെ ഓർത്തത്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊച്ച് ഉറുമരുന്ന് ചോദിക്കുക, നീ എന്നെ ഓർക്കാനും മാത്രം ഞാൻ എന്തുള്ളൂ? ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്തെങ്കിലും വിവക്ഷകൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾക്കറിയാമോ, ദൈവം നോഹയെ ഓർത്താൽ അതിനകത്തുള്ള എറുമ്പ് മുതൽ എല്ലാ ജീവജാലങ്ങളും അർത്ഥം കേട്ടോ. അർത്ഥം ക്രിസ്തുവിനെ ദൈവം ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്തോ എന്നുള്ളതല്ല, ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിന്നെ അവൻ ഓർക്കുന്നത്. നാമേ പറ. ഈ പകൽക്കാലം പിശാച് നിന്നോട് പറഞ്ഞ നുണകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിനെ ദൈവം ഓർക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞെ നിന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ കർത്തൃമേശ എടുക്കുന്ന ഒരു കാര്യമുണ്ട്, നാമ പറയുന്നുണ്ട്. എന്നാൽ ഈ ഉടമ്പടി ആര് തമ്മിലുള്ള ഉടമ്പടിയാണ്? പിതാവ് പുത്രനോട് വെച്ച ഉടമ്പടിയാണ്. പിതാവ് പുത്രനോടാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, എന്നോടല്ല. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എനിക്കാണ്. പിതാവ് പുത്രനോട് വെച്ച ഉടമ്പടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഈ മേശമേലുള്ള അപ്പോ വീതി എടുക്കുമ്പോൾ ഓർക്കണം, പിതാവും പുത്രനും നമ്മുടെ രക്ത ഉടമ്പടിയാണ്. രണ്ടുപേരായി ഉടമ്പടിയിലുള്ള ഒന്ന് പിതാവ്, ഒന്ന് പുത്രൻ. ഇവര് തമ്മിലുള്ള ഉടമ്പടി ഉറപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്നതറിയോ? എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ ഉവ്വെന്നും ആമേനുമാകുന്നു. ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നില്ല, ഉവ്വ എന്നും ആമേനുമാകുന്നു പരിശുദ്ധാത്മാവോട് പറയും. പക്ഷെ ഉടമ്പടി വെച്ചിരിക്കുന്ന ആരുമില്ല, ഉടമ്പടി വെച്ചിരിക്കുന്ന ആരുമില്ല. എന്റെ ചോദ്യം, പിതാവും പുത്രനും തമ്മിൽ ഉടമ്പടി വെച്ചിരിക്കുക. പിതാവും പുത്രനും തമ്മിൽ ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ബെനിഫിറ്റ് എടുക്കുന്ന മാസ്റ്റർ ജോർജാണ്. നോക്കെ, പിതാവും പുത്രനും ഉടമ്പടി വെക്കുമ്പോ എന്റെ ചോദ്യം, ഉടമ്പടി എവിടെ വെച്ചിട്ട് ഉഴപ്പി പോകുമോ എന്ന് പറയും. ഈ ഉടമ്പടി എവിടെയും തെറ്റുമോ? ഹലോ, ഞാൻ ചോദിച്ചു കേൾക്കുന്നുണ്ടോ? ഉടമ്പടി എവിടെയും തെറ്റുമോ? നിത്യനായ ദൈവം തന്നെ പുത്രനായ ക്രിസ്തുവുമായി വെച്ച ഉടമ്പടി എവിടെയും തെറ്റുമോ? നീ തെറ്റാത്തതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാം, നിന്റെ വാഗ്ദത്തം തെറ്റാതെ, നിന്റെ വാഗ്ദത്തം തെറ്റാതെ, നിന്റെ ഉണർവ് തെറ്റാ. ഈ പകൽക്കാലം നീ ഓർത്തോളം, നിന്റെ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസ്തനാകുന്നു. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ. അവൻ ഓർത്തത് ഞാൻ പറഞ്ഞല്ലോ, ഓർത്തത് പറയുമ്പോഴേ ഓർക്കണം. വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. മോനെ,
പരിശുദ്ധാത്മാവിന്റെ ബുദ്ധിയെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് one of the first ministry of the Holy Spirit, he will touch your brain, memory. ഞാൻ എല്ലാ നിലയിലും പ്രാർത്ഥിക്കാറുണ്ട്, നിന്റെ മെമ്മറിയെ പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ഇടാമേ പറ. ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധി കെട്ടപ്പെട്ടതാണോ അല്ലയോ എന്ന് അറിയാനുള്ള റാൻഡം ടെസ്റ്റിലൊന്നാണ്. നിങ്ങളുടെ ബുദ്ധി കെട്ടപ്പെട്ടതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റിയ റാൻഡം ടെസ്റ്റ് പറയാം. ചെക്ക് യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തകളെ പരിശോധിച്ചാൽ മതി. ബന്ധിക്കപ്പെട്ട ബുദ്ധിയാണെങ്കിൽ ഓർക്കാണ്ടാത്തതെല്ലാം ഓർത്തോണ്ട് നടക്കും. ബന്ധിക്കപ്പെട്ട ബുദ്ധിയല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് മാത്രം ഓർക്കും. ഞാൻ പറഞ്ഞ അർത്ഥമല്ല, മനസ്സിലാവുന്നുണ്ടോ? ബന്ധിക്കപ്പെട്ട ബുദ്ധിയാണെങ്കിൽ പിശാച് പറയും, അയ്യോ, ഇതുപോലെ വൃത്തിപ്പെട്ടൊരു പാസ് എനിക്കില്ല, ഇതുപോലെ തകർന്നൊരു ഇന്നലെ എനിക്കില്ല, അല്ലേ? ശരിയല്ലേ? പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി ആക്ടിവേറ്റ് ചെയ്ത് ആദ്യം എന്ന് പറയുന്നത് ക്രൂശിലേക്ക് വരിക. ഇന്നലകളുടെ നിന്റെ ദുരന്തങ്ങൾക്ക് അവൻ യാഗമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് റിമൈൻഡ് അബൌട്ട് ദ പ്രോമിസസ്. അവൻ പറയും, തന്റെ ക്രൂശിൽ നടന്ന യാഗം കണ്ടോ, അവിടെ ഒഴുകിയ നിണം വീണ പാതയിലൂടെ നീ നടന്നോ, ഈ രക്തം നിനക്ക് വേണ്ടി ഗുണം സംസാരിക്കും, ഈ രക്തം നിനക്ക് വേണ്ടി ഇടിവിളിക്കും, ഈ രക്തം നിനക്ക് വേണ്ടി വഴി തുറക്കും, ഈ രക്തം നിനക്ക് വേണ്ടി സംസാരിച്ച് ഇന്നലകളെ ഞാൻ മാനിച്ചിരിക്കുന്ന പറ. നിന്റെ ഇന്നലകൾ ക്രൂശിൽ നിന്നും പുതിയൊരു തുടക്കം തരികയാണ്. അവൻ പറയും, ഇവിടെ നിന്ന് ശുഭഭാവിയെ നോക്കി പുഞ്ചിരി തൂകുക. സദൃശവാക്യക്കാരൻ പറയുന്നുണ്ട്, സാമർത്ഥ്യമുള്ള സ്ത്രീ. നാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് മലയാളം ഭാഷയുടെ മിസ്റ്റേക്ക് ആണ്. ആ വാക്ക് കേൾക്കുമ്പോൾ അവിടെ ചില സാമർത്ഥ്യക്കാരി നെഗറ്റീവ് സെൻസിലല്ല, വെർച്ചസ് വൈഫ് എന്ന് എടുക്കണം. ജ്ഞാനവതിയായ സ്ത്രീ, ആ വാക്ക് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എത്ര മാത്രം അതിന് ആക്റ്റാന്ന് അറിയത്തില്ല. വെർച്ചസ് വൈഫ് എന്നുള്ളത് ജ്ഞാനമുള്ളവളും എന്താ പറയുന്നത്, ഉത്സാഹമുള്ളതുമായ സ്ത്രീയെ നിങ്ങൾ മനസ്സിൽ കാണും. ഈ സാമർത്ഥ്യമുള്ള നെഗറ്റീവ് അർത്ഥത്തിലെടുക്കരുത്. എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിൽ വിളിക്കും, ഭയങ്കര മരുമോളാണ്, അവളൊരു സാമർത്ഥ്യക്കാരിയാന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് അർത്ഥമാണ്, മലയാള ഭാഷയിലാണ്. ആണോ അല്ലേ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഉദാഹരണം പറയാം, വന്നവനെ കൊള്ളാതെ എന്നെ എന്ത് അവൻ വന്ന് പറഞ്ഞിട്ട് പോയാലും, എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് പോയാലും പറയാതിരിക്കണം, ഞാൻ എന്നെ തന്നെ പറഞ്ഞത്. നമ്മുടെ ആളുകൾക്ക് ഒത്തിരി മുറിവുള്ളതാണ് പാസ്റ്റർ. എന്നാ ഇവര് പൂവിട്ട് സ്വീകരിച്ചാലും പറയും, എന്നെ വേദനിച്ചു, മൊത്തം മുറിവ്, കുഷ്ഠം തന്നതുപോലെ. We cannot accept them. We cannot hack them. അവരെ കെട്ടിപ്പിടിച്ചാൽ വേദനിപ്പിച്ചു, എല്ലാം മുറിവ്, പൂവിട്ട് സ്വീകരിച്ചാലും മുറിവ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞത്. അവളുടെ സാമ്പത്തികാര്യം പറഞ്ഞ വാക്കിന് അർത്ഥത്തില്ല. ഷീസ് എ വെർച്വസ് വൈഫ്. അവൾ ജ്ഞാനമാണ്. അവൾക്കൊരു പ്രത്യേകത, അവൾ ശുഭഭാവിയെ നോക്കി, അവൾ ഇന്നലകളിലേക്ക് നോക്കി. പ്രസന്റ് നോക്കാൻ അവിടെ ഒന്നുമില്ല. അവൾ ശുഭഭാവി നോക്കി പുഞ്ചിരി നോക്കുക. ഞാൻ ക്ഷമാപണത്തോടെ പറയട്ടെ, നമ്മുടെ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ മോട്ട ബുദ്ധി കൊടുക്കണൊക്കെ അറിയാം. ഈ വരുന്ന വരവൊക്കെ കണ്ടാണല്ലോ ഗോലിയാത്ത് ഗോൽഗത്തയിലോട്ട് വരുന്നത്. ആരാണ് കന്യഭാഷയൊക്കെ പറയുന്നത്? അടുത്തിരുന്ന് തുപ്പി തെറിപ്പിക്കാൻ കുറെ യുദ്ധ ഏലാത്താൾവരെ വരുമ്പോൾ സഭയ്ക്കകത്ത് വരുന്നത്. മുഴുവൻ ശത്രുക്കളും നിരന്നിരിക്കും, നിരനിരയായി. ഇതൊക്കെ വെച്ചിട്ട് ശുഭഭാവി നോക്കി പുഞ്ചിരി. എങ്ങാനും നമ്മളെങ്ങാനും പറയണം ആൾക്കാർ, ഇനിയിപ്പോ നിങ്ങളെ വലുതായി പാസ്റ്റർ നിങ്ങളൊക്കെ അമേരിക്കയിൽ പോയി താമസിക്കുമായിരിക്കും, ഉടനെ നമ്മൾ ഞങ്ങളൊന്നും അല്ല എന്ന കാര്യമല്ലേ ആമേ പറഞ്ഞേക്കണം. ഞങ്ങളെ കഴിഞ്ഞ് എന്നിട്ട് ചിരിച്ചോട് പറഞ്ഞു, ഈ കാലത്ത് പിശാച് പ്രവചിക്കുന്ന ഇപ്പഴാ മനസ്സിലായെന്ന് പറയും. കയ്പ് നിറഞ്ഞവൻ പല്ല് കഴിച്ച് ഉരുകി പോകട്ടെന്നേ, അവൻ ആശ നശിച്ചു പോകട്ടെന്നേ, അവൻ പ്രവചിക്കട്ടെ. നിങ്ങൾ അവിടെ അയ്യോ അങ്ങനല്ല അമ്മാമേ, ഞങ്ങൾ അമേരിക്ക പോകുന്നതിന് തെറ്റിദ്ധരിക്കാതിരിക്കണ്ട. നിങ്ങൾ പറഞ്ഞു, ആമേ എനിക്കൊരു ശുഭഭാവി ഉണ്ടെന്നേ, എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണെന്നേ, എന്നോടുള്ള ദൈവത്തിന്റെ നെയ്യാണ്. ആമേ പറ. കാരണം അവൻ ഓർത്താൽ, കാരണം ആ വാക്കുകൾ വാക്ക് ചേർത്ത് വായിക്കണം. എന്നറിയാമോ, ഒരു വാക്കിനോട് വേറൊരു വാക്യം ബന്ധപ്പെട്ട് കിടക്കും. ഒരു അമ്മ പ്രസവിച്ച ഇരട്ട വാക്യം പോലെ അത് കിടക്കുന്നത്. എന്താണ്? ഓർത്തു കാറ്റടിപ്പിച്ചു, ഓർത്തു കാറ്റടിപ്പിച്ചു. ഈ
കാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ബൈബിൾ പഠിക്കുന്നുണ്ടെങ്കിൽ ന്യൂമറ്റോളജി പഠിപ്പിക്കുന്ന ആൾക്ക് ന്യൂമറ്റോളജി പരിശുദ്ധാത്മ പറ്റിയുള്ള പഠിപ്പിക്കുക. കാറ്റ് എന്നർത്ഥം വാഗ്ദത്തം ദൈവമോർത്തവും പരിശുദ്ധാത്മ ചലിക്കും. നിങ്ങളെല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളുമല്ല പരിശുദ്ധാത്മാവെന്ന് വൃത്തിയാക്കുന്നത്. ഞാൻ ഉപവസിക്കുന്ന ആളുടെ 19 ഉപവാസമാണ്, പക്ഷെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈൻ, ഇത് എന്റെ എന്തെങ്കിലും അല്ല, ആത്മാവാണ് ചെയ്യുന്നത്. എന്റെ വ്യക്തിപരമായ വാക്കാൽ പിന്നെ എന്തിനാ വാസ് ഉപവസിക്കുന്നത് പറയാം, അതിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ദാനിയേലിനോട് പറയാ, ദാനിയേല് ഐ തിങ്ക് ഇറ്റ്സ് ജെറമ്യാണോ എസ്തേറാണോ പുസ്തകം വായിക്കാൻ ദാനിയേൽ കാര്യം മനസ്സിലായി. പ്രവാസം കഴിഞ്ഞു, പ്രവാസ സമയം ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷ് ആകാറായി. ദാനിയേൽ പെട്ടെന്ന് തീരുമാനിക്കുന്നു 21 ഉപവാസം എടുക്കണം. എനിക്ക് പറഞ്ഞാൽ നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾക്ക് പ്രവചനങ്ങൾക്ക് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥനയോട് അതിനെ കണക്ട് ചെയ്യണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നു? നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ അതിലേക്ക് കയറാൻ എൻട്രി ആകാൻ എന്തെല്ലാം തടസ്സമുണ്ട്? ഉദാഹരണം പറയാം. ഈ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തൊന്നല്ല. ഇവിടെ ബാക്കി അറിയാവുന്ന ഒരാൾ മാത്രം ഭാഷ മാത്രമേ, ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് പാട്ട് മാത്രമേ അറിയുന്നുള്ളൂ. ഭാഷ എന്താ ദിശയമേ ഡുണ്ടൊക്കെ ഡുണ്ടും എന്ന് പാടിയാൽ ഞങ്ങൾ ആ പാടാം. നിങ്ങൾ എപ്പോഴും വാക്യം കോൺടെക്സ്റ്റിലാണ് വായിക്കുന്നത്. യേശു പറഞ്ഞതിന്റെ അർത്ഥം രക്ഷയല്ല. രക്ഷയുടെ കാര്യം ടോക്കിംഗ് അബൌട്ട് എ ഫ്രണ്ട് സ്റ്റാറ്റസ്. അവനെ ഒരു കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞു വിടുക. ഞാൻ നിങ്ങളെ ദാസന നീതി പറയുകയില്ല, ദാസന യജമാനെല്ലാം വെളിപ്പെടുത്തത്തില്ല. കേൾക്കുന്നുണ്ടോ? എടുക്കണ്ട. ദാസന യജമാനെല്ലാം വെളിപ്പെടുത്തുകയില്ല, പക്ഷെങ്കില് നിങ്ങൾ എന്റെ കൂട്ടുകാരെന്ന് പറയുന്നു, കൂട്ടുകാർക്കെല്ലാം വെളിപ്പെടുത്തും. ഞാനിപ്പോ ഇത് പറയാം, ഈ സമഭാഷമാണ് അവിടെ എനിക്കറിയില്ല ആരുമാകട്ടെ. ഇത് പണിയുമ്പോൾ ഇതിന്റെ വാനം എടുക്കുന്നുണ്ട് അല്ലേ? ഇതിന്റെ അടിസ്ഥാനം പിടിക്കുന്ന ആളെ വിളിച്ചിട്ട് മുഴുവൻ പ്ലാനും ഭാഷ പറയുമ്പോൾ ഇല്ല, അങ്ങനെ പണി എത്ര ഉള്ളു അല്ലേ? ഈ വാനം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാവും ഒരു ആഞ്ഞിന്റെ പേരവിടെ നിൽക്കുന്നത്. അപ്പൊ അയാളെ വിളിച്ചിട്ട് ഈ മരം വെട്ടുന്ന ആളെ വിളിച്ചിട്ട് ഇവിടെ രാഘവ, ഞാനിത് വാർത്തിട്ട് ഇതിനെ സൗണ്ട് പ്രൂഫ് ചെയ്താലോ എന്ന് ആലോചിക്കും. അങ്ങനെ ആരും പറയുമോ? കാര്യം ദാസന, അയാളെ പണി എത്ര ഉള്ളു. അയാളെ ചോദിച്ചാൽ പോലും ഞാൻ ചോദിക്കും, ഡോ തന്നോട് പേരെടുത്ത് മാറ്റാനാ പറഞ്ഞത്, താനോട് വിചാരിക്കാൻ പറഞ്ഞോട് മേലെ വന്നേക്കല്ലേ. അതുള്ള എന്റെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും എന്റെ ഗ്രാഫ് പറയാനല്ലല്ലോ തന്നെ വിളിച്ചത്. പറയോ ഇല്ലയോ? ഞാനുള്ളതാണെന്ന് പറയും, അല്ലാതെ പറയാൻ വീടിന്റെ താക്കോലിരിക്കും നിങ്ങളുടെ തന്നു വെറുതെ വെച്ച് ഞാൻ പോകുന്നു പറയും. അവരാരും തീരുമാനിച്ചില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. യേശു പറഞ്ഞ സ്റ്റാറ്റസ് ആണ്. പഴയ നിയമത്തിലുള്ള എല്ലാവരും ദാസന്മാരായിരുന്നു. എന്റെ പിതാവിന്റെ മുഴുവൻ പിക്ചർ അവർക്ക് അറിയില്ല. അത് അഭിപ്രായങ്ങൾ ഒന്നൊന്നെ പറയുന്നു. ഭാഗമായും വിവിധമായും അവരോട് വെളിപ്പെടുത്തിയിരുന്നു. കാലാകാലങ്ങളിൽ അവർക്ക് ഭാഗമായും വിവിധ ഫുൾ ക്ലിയർ പിക്ചർ അബൌട്ട് ഗോഡ്. അവർക്ക് ദൈവത്തെ പറ്റി പൂർണ്ണമായ രൂപമില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തും. നാമേ പറ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചോളൂ. യേശു പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ഫ്രണ്ടായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ നിങ്ങളുടെ മുഴുവൻ പ്ലാൻ പറയാൻ. എന്നിട്ട് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ രാഹുൽ ഗാന്ധി വന്നു. എനിക്കൊരു അവസരം കിട്ടി മാസ്റ്ററെ രാഹുൽ ഗാന്ധിയോട് നിന്ന് ഫോട്ടോ എടുക്കാൻ. ഞാൻ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്മിതസ്റ്റൊക്കെ ഇരിക്കുന്ന ഗ്രൂപ്പിനകത്തിട്ട് ഹീസ് മൈ ഫ്രണ്ട് ഓൺലി. ഇവരെല്ലാം കൂടെ കൂടി പറഞ്ഞിരിക്കും. പിന്നെ പൊങ്ങച്ചൻ പറയാ കാര്യം എന്തുവാ, ആർക്കും പോയി ഫോട്ടോ എടുക്കാം. ഈസ് അവൈലബിൾ അല്ലേ? തിരുവല്ല വന്നപ്പോൾ പാസും പോയി ഫോട്ടോ എടുത്തിട്ട് പറയാം ഈസ് മൈ ഫ്രണ്ട്. ശരിക്കും കൂട്ടായിരിക്കും. സിസ്റ്റർ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ഇതുപോലെ തെള്ളുന്ന ഭാഷകൾ പറയും. ഇങ്ങനെ ചുമ്മാതെ പറയത്തില്ല ഭാഷ. കാര്യം എന്താ? സ്റ്റാറ്റസിൽ വ്യത്യാസമാണ്. ഇന്ത്യയിലെ റോയൽ ഫാമിലിപ്പെട്ട ആളാണ് അയാൾക്ക്. എന്നെ പോലും എളിയവനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയല്ല പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പറയും പിന്നെ ആണോ എന്ന് നമ്മൾ നീട്ടി ചോദിക്കും. എന്ന് നമ്മൾ ചോദിക്കും. കാര്യം എന്താ? അതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെങ്കിൽ എന്റെ ചോദ്യം, നാളെ രാവിലെ ഞാൻ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇട്ടിട്ട് പറയാണ് ദിസ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരാണ്. ബ്രദറിന്റെ പേരെന്തോ? ബെന്നി ബ്രദർ. നമ്മൾ കൂട്ടുകാരല്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേജിനകത്ത് കാണുകയാണ് ഞാനും രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഫോട്ടോ രാഹുൽ ഗാന്ധി ഇട്ടേക്കുന്നു.
എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുക. ബെന്നി ആദ്യം ചോദിച്ചു, നീ ഭയങ്കര കഷിയാണോ, നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, ചോദിക്കുകയോ നിങ്ങളുടെ ആണോ? അതല്ലേ ചോദ്യം. ഇത് തന്നെ വന്നത് രാജാവിന്റെ പുത്രൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാം. ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടേക്കോ, ഞാൻ എന്ന് തെരഞ്ഞെടുക്കുക. രാമേ പറ, രാമേ പറ. കുഞ്ഞിനൊക്കെ തലേ കഴിച്ച് വാഗ്ദത്തം പറയണം, നിന്റെ ദിവ്യമായ ബന്ധങ്ങളുണ്ട്. രാമേ പറ. ദിവ്യമായ ഇലക്ഷൻ ഉണ്ട്. രാമേ പറ, രാമേ പറ. രാമേ പറയാൻ മടി വേണം. ശരിയല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദിവ്യമായ ബന്ധങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങളുടെ വിവാഹം ദിവ്യമാകട്ടെ. ആമേൻ പറ. വിശുദ്ധമാകട്ടെ. ഞാൻ എന്റെ സമയം പറയാറുണ്ട്, വിശുദ്ധമാകട്ടെ, വിവാഹങ്ങൾ വിശുദ്ധമാകട്ടെ, ബന്ധങ്ങൾ വിശുദ്ധമാകട്ടെ, വിശുദ്ധ പ്രജകൾ പുറത്തു വരട്ടെ. ആമേൻ പറ. ഓക്കെ, പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ് അവന്റെ പ്രോമിസസ് ഓർമ്മിക്കുക. ഓക്കെ, പരിശുദ്ധാത്മാവിന്റെ ചലനമാണ് കാറ്റടിപ്പിച്ചു എന്ന് പറയുന്നത്. നിന്നെ ദൈവം ഓർത്താൻ ആദ്യം ചെയ്യുന്നത് അവിടുന്ന് ഉണ്ടായ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇന്നോവക്കാർ തരുമെന്നല്ല, പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും. ആദ്യം അവൻ ചെയ്തത് പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും. ഓക്കെ, ദുഷ്ടൻ പുക ചിതറുന്നത് പോലെ ചിതറും. ബാക്കി മാവേ പറ. ദുഷ്ടൻ പുക ചിതറുന്നത് പോലെ ഒരു പുക നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുക. പുകമറ സൃഷ്ടിക്കാന്നൊക്കെ പറയും. നിങ്ങൾക്കെതിരെ ആരോപണം കൊണ്ടുവരികയായിരിക്കും, പുകമറ സൃഷ്ടിച്ച് നിങ്ങൾക്കെതിരെ അക്യൂസേഷൻ കൊണ്ടുവരികയായിരിക്കും. പക്ഷെ എന്റെ ചോദ്യം, ഈ പുക ചിതറണമെങ്കിൽ എന്ത് ചലിക്കണം? കാറ്റടിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കാര്യങ്ങൾ ദൈവ മക്കളെ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിനക്കെതിരെയുള്ള ചിതറിക്കും. അതിനു മുമ്പ് ഈ കട്ടിയുള്ള പുക, ഈ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ആളുകൾ ഇങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ തീയിടുമായിരുന്നല്ലോ. ഈ തീയിട്ട് നല്ല ഉണങ്ങിയ കരിയിലാണെങ്കിൽ പുകയ്ക്ക് ഒരു തൂണിന്റെ രൂപം പോലെ തോന്നുന്നു ചില സമയത്ത്, നല്ല സ്ട്രോങ് ആയിട്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ രാഷ്ട്രീയ ഈ വാഴപ്പുണ്ടിയൊക്കെ പോലെ സാധനം സ്ട്രോങ് ആയിട്ടിരിക്കും. നമുക്കൊരു തോന്നൽ സൃഷ്ടിക്കാൻ പറ്റും പിശാചിന്, ഈ കടഭാരം മാറത്തില്ല, ഈ രോഗം മാറത്തില്ല. ഞാൻ ചോദിക്കുന്നത്, നല്ലൊരു കാറ്റിച്ചാലോ ബും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാഗ്ദത്തങ്ങളുമായി ഓർമ്മപ്പെടുത്തിയാൽ അതതിന്റെ ഫിനിഷിംഗ് പോയിന്റ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേലെ കാറ്റടിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തിന് മീതെ കാത്തിരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ചലനമുണ്ടാകുന്ന, പരിശുദ്ധാത്മാവിന് എൻകൗണ്ടറുണ്ടാകുന്ന, പരിശുദ്ധാത്മാവിന് എൻകൗണ്ടർ. ധീര 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 ചില കുടുംബങ്ങളിൽ കാറ്റടിക്കുന്നു, ചില കുടുംബങ്ങളിൽ കാറ്റടിക്കുന്നു. ധീരകളെ 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 പരിശുദ്ധാത്മാവിന്റെ ധീരകളെ. ബംഗാളിന്റെ സ്ഥലത്ത് പോയി അവിടെ ഏജ് ചർച്ചിൽ മിനിസ്റ്റർ. അപ്പൊ ഞാൻ ഒരു വാക്യത്തെ സ്റ്റക്കായി. ആ വാക്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചു. രണ്ടാമത്തെ പ്രവർത്തിക്കുന്ന പുസ്തകം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ ആത്മാവിനെ തിരിക്കുകയായിരുന്നു. എന്താണ് ഞാൻ പെട്ടെന്ന് അതിന്റെ അകത്ത് പറയാനിടയിൽ ആ കാറ്റ് ഇവിടെ അടിക്കട്ടെ എന്നാ അറിയാതെ വായി വന്നതാണ്. പെട്ടെന്നൊരു പ്ലാൻ അങ്ങനെ വന്നല്ല, ആ പൊക്കവലേക്ക് ചാടി വന്നിട്ട് വായിരുന്നു. ഞാൻ നിങ്ങളുടെ വീടിന്റെ മീതെ സ്വർഗീയ കാറ്റടിക്കണം. ഞാൻ പറയാം, ഞാനിത് പറയാം, ആ സ്വർഗീയ കാറ്റ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് അടിക്കട്ടെ. ഈ കാറ്റ് തെറ്റായ ഫയലുകൾ എടുത്തുകളെ, തെറ്റായതെല്ലാം കാറ്റെടുത്ത് കളയട്ടെ. കാറ്റ് സ്വർഗീയ കാറ്റ് ഞങ്ങളുടെ മീതെ സ്വർഗീയ കാറ്റ്. സ്വർഗീയ കാറ്റ് ഞങ്ങളുടെ മീതെ. ദുരന്തങ്ങളുടെ കാറ്റിന് പകരം സ്വർഗീയ കാറ്റിന് ഗ്രാമേ പറ. ദുരന്തങ്ങളുടെ കാറ്റിന് പകരം ഉണ്ടാവിനെ കാറ്റിന് ഗ്രാമേ പറ. ഇനി സഭയ്ക്കകത്ത് നിന്ന് ഉറപ്പ് പറയാം, നിങ്ങൾ ഇതിനകത്ത് ഒരാൾ ഇതിനെ പിടിക്കാൻ തയ്യാറായി സഭയ്ക്കകത്തും ദേശത്തിനും വലിയ ഉണർവുണ്ടാകും. ഞാൻ ഈ സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഉണർവിന്റെ ഒരു കാലം. ആളുകൾ അവിടുന്ന് ഇവിടുന്നെല്ലാം വലിയ ആവേശത്തോടെ ഉപവാസത്തിൽ വന്നൊരു കാലം കർത്താവിനെ ഓർപ്പിക്കുന്നു. പിന്നെയും ഞാനത് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെയും 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 പിന്നെയും
പിന്നെയും ഒരു കാറ്റ്, പിന്നെയും ഒരു കാറ്റ്, ശതക്കാറ്റിലുള്ളവരുടെ കാറ്റ്. ഈ കാറ്റിനകത്ത് ഡിവിഷനുകളെ അടിച്ചവർ രാമേ പറ. ഈ കാറ്റിന്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ചങ്ങലകൾ അടിക്കാൻ രാമേ പറ. ഈ കാറ്റിന്റെ കപ്പാസിറ്റിയുടെ പണ്ടയുള്ള കഥകളെ തലകളെ ഉയർത്തുന്ന കാറ്റ. ഈ കാറ്റ് ദുഷ്ടന്റെ പദ്ധതികളെ കീഴടക്കുന്നു. ഈ കാറ്റിന്റെ ചെങ്കടനെ അടിച്ച് പൊളിക്കാൻ രാമേ പറ. ഈ കാറ്റിന്റെ പ്രത്യേകത ഉണ്ട്. ജനത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ചെങ്കടനെ അടിച്ച് പുറത്താക്കി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലത്ത് ചില കുടുംബങ്ങൾക്കകത്ത് കാറ്റുകൾ കാറ്റുകൾ നിങ്ങളുടെ വീടിനകത്തുനിന്ന് ഒരു കാറ്റടിച്ചിട്ട് മരണവിടാൻ നിന്നതിനെ കർത്താവ് ബ്രേക്ക് ചെയ്തെന്ന് പറയാൻ പറയുന്നു. ഈ രോഗികളാക്കി കിടപ്പിലാക്കി കളയുന്ന കെടുതി ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ശ്വാസകോശത്തിനകത്തുള്ള തകർച്ചകളെ, ശ്വാസകോശം ഞെരുക്കി കളയുന്നതിനെ പരിശുദ്ധം ഇന്നത്തെ മിനിസ്റ്റിക്ക് അത് കാറ്റടിപ്പിച്ച് എഴുതി കളയുന്നു. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഒന്നിന് പുറകെ ഒന്നായി ഞാൻ കാണുന്ന കറുത്ത കാർമേഘം പോലെ കയറി വന്നതിനെ ഒരു കാറ്റടിച്ചിട്ട് വെൺമേഘം ഇറങ്ങി വരികയും ഇരുട്ട മേഘം മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് ഈ ബ്ലഡിനകത്ത് കിടക്കുന്ന തൈറോയിഡിനെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. തൈറോയിഡ് മാത്രമല്ല, ഈ ഇൻബാലൻസ് ആയിരിക്കുന്ന ഹോർമോൺ ഇൻബാലൻസ് ആയിരിക്കുന്നതിനെ ഒരു കാറ്റടിച്ചത് ബാലൻസ് ചെയ്യുന്നു. കാറ്റടിച്ചതിനെ ബാലൻസ് ചെയ്യുന്നു. നിങ്ങളുടെ വീടിനകത്ത് സ്വസ്ഥത ഉണ്ടാകുമെന്ന് പറയാൻ കർത്താവ് പറയുന്നു. നിന്റെ വീടിനകത്ത് ഉദരത്തെ ബന്ധിച്ച് കളഞ്ഞതിനെ, നിന്റെ വീടിനകത്ത് മെനസ്ട്രേഷനെ അടച്ചു കളഞ്ഞതിനെ ഈ പണക്കാരൻ വ്യവസ്ഥ ഈ മിനിസ്ട്രി കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഉപവാസത്തിനോ നിങ്ങളുടെ വീടിനകത്ത് ഈ അടച്ചു കളഞ്ഞതിനെ കർത്താവ് തുറക്കും. വാഗ്ദത്തങ്ങളെ അവർ ഓർക്കും. ഈ സമയം ജനനങ്ങളുടെ സമയമേ പറയാം. ജനനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഒന്ന് തലമുറയാകാം, അല്ലെങ്കിൽ ഉണർവാകാം, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ആകാം, അല്ലെങ്കിൽ അടുത്ത സീസൺ ആകാം. നിങ്ങൾ ജനിക്കാതെ പോയതിനെ കാറ്റടിച്ച ചങ്ങല അടിക്കുന്ന കാഴ്ച, ചിലരുടെ പ്രോഫിറ്റിന്റെ കാഴ്ച. ആരാധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആരാധിച്ചു തുടങ്ങിയോ. സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ഇതിനകത്ത് പേര് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വീടിനകത്തുനിന്ന് ആരാധിക്കുന്ന ദാവീദുമാരെ എഴുന്നേൽപ്പിക്കും. കിന്നരം വായിക്കുന്ന തലമുറകളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. കിന്നരം വായിക്കുന്ന ആരാധിക്കുന്ന തലമുറകൾ നിങ്ങളുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ വീട് ആരാധനയുടെ വീടാകും. ആരാധിക്കുന്ന തലമുറകൾ, കിന്നരം വായിക്കുന്ന തലമുറകൾ, വർഷിപ്പേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്ന
നിങ്ങളുടെ വീടിനകത്തുനിന്ന് വർഷിപ്പേഴ്സ് എന്റെ വരുന്നത് ആമേൻ. ഞാനെന്ന് പറയാമല്ലോ, വർഷിപ്പേഴ്സ് എന്നവരെ പറയുന്നത് വാർഷിപ്പേഴ്സ് എന്ന് പറയണം. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഫറ്റിക്കൽ മിനിസ്റ്റർ ബേസ്. ഇത് ഏറ്റവും കൂടുതൽ ആരാധന നയിക്കുന്ന കുറ്റം വിധിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ചിലർക്ക് വചനം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? ചില വീട്ടിൽ അങ്ങനെ അച്ഛനാ പ്രധാനപ്പെട്ടത്, അമ്മയൊന്നുമല്ലെന്ന് പറയാം. അവൻ പൊട്ടനാണ്. രണ്ടുപേരും. എന്റെ മോനെ വിളിച്ച് ഞാൻ ചോദിക്കും, മോനെ ആരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? ചോദ്യം തെറ്റാ, പക്ഷെ ഞാൻ അവനെ റാൻഡം ടെസ്റ്റ് അടിക്കുന്നത്. ഇതെന്നെ വീട്ടിൽ പറയുന്നത് രണ്ടുപേരെ ഇതുപോലെ. കാര്യം അവനൊരു കാര്യം ഇങ്ങനെ എന്നെ അമ്മയെ അച്ഛനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയുടെ നടുവിൽ ചന്ദനമരം പോലെ വളരുന്നതാണെങ്കിൽ എന്റെ മക്കളല്ല വളരേണ്ടത്, ഞങ്ങളിൽ വളരേണ്ടതാണ് അവർ. ഞാൻ പറഞ്ഞു കേൾക്കുന്നപ്പോ എന്റെ ഭാര്യയുടെ നടുവിൽ ചന്ദനമരം പോലെ അവർ വളരുകയല്ല, ഞങ്ങളിൽ അവർ വളരണം. എന്റെ ആദ്യത്തെ മോളെ അവൾ ഭയങ്കര അഗ്രസീവായിരുന്നു. അവളെന്നെ ചവിടുന്നത് പറഞ്ഞു കുഞ്ഞായിരിക്കുമ്പോ എനിക്ക് ഇഷ്ടം അച്ഛക്ക് എന്നെയാണ്. ഞാൻ എല്ലാം വായി നിന്റെ അമ്മയെ എനിക്ക് ഇഷ്ടം, ഞങ്ങൾക്ക് രണ്ടുപേരും അതിനെ ഇഷ്ടം. അമ്മയുടെ അച്ഛന്റെ പുത്രനല്ല, രണ്ടുപേരും കൂടെ പുത്രന. അല്ല, അമ്മ മകനും അച്ഛൻ മകനും ഡിവിഷൻ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? എന്റെ വൈഫ് എന്നെ മക്കളെ പറഞ്ഞ ഞാൻ ഒന്നും പറയാറില്ല. തിരുത്തറ ബസ് പിടിക്കും, വരാൻ പറയും. ഞാൻ ചെവി പിടിക്കുന്നില്ല. എന്തുകൂടി അവരെ പറഞ്ഞില്ല, അവരെ കേൾക്കാൻ പറയില്ല. കാര്യം അവനൊരു ട്രിക്ക് മനസ്സിലാവും. ഈ തവളയെ ഒന്ന് തിരിച്ചാൽ മതിയില്ല, അവനെ തിരിക്കാൻ പറ്റില്ല. നോ, അനുവദിക്കരുത്, അത് അനുവദിക്കരുത്. ഇത് ഞാൻ നിങ്ങളകത്ത് പരിശുദ്ധാത്മാവിൽ ചലനമാണ്. ഈ സഭയോടനുബന്ധത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഭയങ്കര ഉന്നതമായി തുടങ്ങിയ സഭയാണ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഈ സഭയോടൊന്നും, പക്ഷെ ഈ സഭയ്ക്കകത്ത് വീണ്ടും ഞാൻ കാണുന്നു രാത്രി പ്രാർത്ഥനകൾ സജീവമാകുന്നു. 2026 തുടക്കത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന കർത്താവ് പ്രഖ്യാപിക്കും. അതിനകത്ത് ഭയങ്കര ചലനമുണ്ടാകും, ഭയങ്കര ചലനങ്ങൾ. നിർമ്മിക്കപ്പെടാത്ത കുടുംബങ്ങൾക്ക് ഭയങ്കര ചലനങ്ങൾ, ഇതിനകത്ത് ഭയങ്കര ചലനമുണ്ടാകാൻ പോവുകയാണ്. പരിശുദ്ധ ചില കുടുംബങ്ങൾ ഉണർത്താൻ പോകാമേ പറ. ഇതിനകത്ത് ആവേശത്തോടെ കേൾക്കട്ടെ, കേട്ടിരുന്നു. എന്നാ പിന്നെ ആയിക്കോട്ടെ, കൂട്ടുകാരുടെ കൂട്ടത്തിൽ പറയാനില്ല, കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഹലോ, നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കണം വന്നിരിക്കുന്നത്. ഞാനൊരു പ്രസംഗം പ്രസംഗം വരുമ്പോൾ ഞാൻ എക്സൈറ്റഡ്. എനിക്കറിയാം കർത്താവ് എന്ന് പറയാൻ പോകും. എന്നോട് കർത്താവ് പറയാമേ പറയാം. ഞങ്ങൾ പ്രാർത്ഥന വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂത് പറഞ്ഞിട്ട് എന്താ അറിയോ, എന്താ കർത്താവ് അല്ല ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ സഭയിൽ ഇരിക്കുന്നതോട് ഞാൻ ഈ തൈറോയ്ഡ് ഹീലാകുന്ന കർത്താവ് പറയാൻ പറയാം. തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രാർത്ഥിച്ചോ ഹീലാകുന്നു. തൈറോയിഡിനെ കർത്താവ് സ്വന്തമാകാമേ. തൈറോയ്ഡ് ഹീലാകുന്നു, തൈറോയ്ഡ് ഹീലാകുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹോർമോൺ മെനസ്ട്രേഷൻ ഏരിയ, ഹോർമോൺ ഏരിയയിലുള്ള തകരാറുകൾ ഈ പകൽക്കാലത്ത് ഉപവാസത്തിന്റെ ഈ പകൽക്കാലം ഉച്ചയ്ക്ക് 1 മണിയാകുന്ന സമയത്ത് ആത്മലോകത്തിൽ കാറ്റടിച്ചതിനെ എടുത്തുകളയും. പ്രാർത്ഥിക്കുന്നവരും വിശ്വസിക്കുന്നവരുടെ ആക്ടിവിറ്റിയാണ്. പപ്പടം മറക്കും പോലെ കടുകൂട്ടിക്കുന്നതിന് കൈയടിക്കുകയാണെങ്കിൽ വേണ്ട, കൈയടിക്കാതിരിക്കുന്നത് റേഷൻ. റേഷൻ നിങ്ങളറിയോ, 1, 2, 3 പാപ്പിച്ചാന്റെ മോക്ക് ഇത്രേ ഉള്ളൂ. പാപ്പിച്ചാന്റെ മോളെ കൈയടിക്കണ്ട, കഴിയും. വെടിപെട്ടുന്ന തോന്നുന്നുണ്ടോ? രാമൻ പറ. എന്റെ പാളയത്തിന്റെ കുറ്റികൾ തകരാമേ പറ. വൃത്തിയായി കഴിക്കണം, ദാഹം തുടങ്ങുന്നെങ്കിൽ വൃത്തിയായി കഴിക്കണം. ദൂതന്മാർ യുദ്ധത്തിനായി ഉയർത്തുന്ന ശക്തി. ഓർമ്മ കാറ്റുമായി കണക്ട് ചെയ്യുക.
അടുത്ത വാക്യം കാറ്റടിപ്പിച്ചെന്നു. ഈ തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മീതെ കാറ്റ്. അടുത്ത വാക്യമാണ് ആകാശത്തിന്റെ ഉറവകളും ഭൂമിയുടെ ഉറവകളും അടഞ്ഞു. ഇതുവരെ നിങ്ങൾക്കെതിരെ ഇറക്കിവിട്ട ദുരാത്മലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും ആ ന്യായവിധിയുടെ എതിർപ്പിന്റെ ഉറവകളെ ഈ ഉപവാസത്തിൽ പരിശുദ്ധാത്മാവ് അടയ്ക്കുന്നു. ദുരാത്മ ലോകം നിങ്ങൾക്കെതിരെ അടിക്കാൻ പ്ലാൻ ഇട്ടത് ഈ ഉപവാസത്തിൽ പരിശുദ്ധമാ അടച്ചു കളയുക. ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ ഈ സ്പിരിച്വൽ വേൾഡിലുള്ള ബ്ലെസ്സിംഗ് ആകാശത്തിലെ നക്ഷത്ര നമ്മളത് സ്പിരിച്വൽ സൺസ് ആണ്. നമ്മളത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആത്മീക സന്താനങ്ങൾ. ഞാനും ജോർജ് മാസ്റ്റർ വീണ്ടും ജനിക്കുന്നതിന് അബ്രഹാം കണ്ടു ജോർജ് ഈസ് ദേർ, ഗ്രീഷ് ഈസ് ദേർ, ബിക്കോസ് ഹി ഗോട്ട് എ പ്രോമിസ്. ഇതാണ് ആത്മീയ സന്താനങ്ങൾ ഉണ്ടാകും. ജനികരായ ആളുകൾ ജനിക്കുമ്പോഴും ജനികരെ ഞാൻ കണ്ടിരുന്നു. രണ്ട് ബ്ലെസ്സിംഗ് ആണ്. എന്താണ്? ആത്മീകമായും ഭൗതികമായും. രണ്ട് പോരാട്ടങ്ങളാണ്, മനുഷ്യരാലും നായാലും. അതെ, ഇസ്രായേലിനെ നിനക്കെതിരെ നായ നിൽക്കത്തില്ല, ഒരു മനുഷ്യൻ നിൽക്കുന്ന നാമേ പറ. അർത്ഥം മനുഷ്യൻ ഭൂമിയുടെ മേഖലയിലുള്ള മനുഷ്യരെയും കുറുക്കൻ സ്പിരിറ്റ് ഉണ്ട്. ഈ ലോകം കുറുക്കൻ സ്പിരിറ്റ് ഉണ്ട്. യേശു പറഞ്ഞവർക്ക് ഒരു രാജാന്ന് പറയുകയാണ്, ആ കുറുക്കനോട് ചെന്ന് പറയാം. എന്തായാലും അർത്ഥം നമ്മളെപ്പോഴും ഓർക്കണം, വാക്യമാരെയും നമ്മുടെ മിക്ക വാക്യങ്ങളും ക്ഷമാപണത്തോടെ പറയുന്നെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയാണ്. ഒരിക്കലും യേശു ആരെയും നിന്ദിക്കുന്നവനോ അപമാനിക്കുന്നവനോ അല്ല. ഞാൻ പറഞ്ഞില്ല, അമ്മയെ കളിയാക്കാം, അമ്മ നല്ല എന്ന് പറയാൻ അച്ഛൻ മോശമെന്ന് പറയുക, അച്ഛൻ നന്നാകാൻ അമ്മ മോശം, അങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്ന ലോകമല്ല ആത്മലോകം. ആത്മലോകം സിംഹത്തെ പോലെ നേരെ നടക്കുന്നവരെ, സർപ്പം എങ്ങനെ പോകുന്നത്, സർപ്പത്തെ പോലെ നടക്കുന്നവരല്ല. ഒരു വെളിപ്പാട് പറയുമ്പോൾ ഒരു വാക്യത്തെഴുതി താഴെ കളഞ്ഞിട്ട് മറ്റേ വാക്യത്തെഴുതി വേടി കൊടുക്കല്ലേ. ഒരിക്കലും പരിഹാസ്യല്ല കർത്താവ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഈവൻ നമ്മൾ പറയുന്ന വാക്യങ്ങൾ നമ്മൾ തിരുത്താൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വാക്യം പറയും, ആദ്യം നിന്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരണ്ടെടുക്കാൻ. നമ്മൾ ആ വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഉപദേശ രൂപത്തിലാണോ അപഹാസ രൂപത്തിലാണോ എന്ന് പറ. നിങ്ങൾ സത്യമായിട്ട് പറയണം. വലിച്ചാൽ നമ്മൾ അതിനെ പറ്റി എങ്ങനെയാ പറയുന്നത്? കളിയാക്കാൻ നമ്മളവിടെ ഒത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ല, സത്യമാണോ? സത്യമല്ലേ? ഞാനൊക്കെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എന്നോടാ പറഞ്ഞേ. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് നിങ്ങൾ അങ്ങനല്ല. ചിലർ ഇരിക്കണ്ട സയോണിൽ വരും, പറയാറുണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കഥ അവകാശികളുടെ ഇവിടത്തിൽ ഇരിക്കരുത്. സിമ്പിളായിട്ട് എൻ്റെ ആ ഭാഷയെ പറ.